Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 16th August 2022. ശരിക്കും ഇറ്റ് വാസ് എൻ അൺഎക്സ്പെക്റ്റഡ് ഡേ. ഇന്ന് എഡിറ്റോറിയൽ എടുക്കാൻ ഇന്നല്ല ഞാൻ. എന്താ വെച്ചാൽ ഇന്ന് പത്രമില്ലല്ലോ, അതായിരുന്നു എൻ്റെ ഇത്. പബ്ലിക് ഹോളിഡേ അല്ലേ, അപ്പോൾ എന്തായാലും പത്രമില്ലല്ലോ, അപ്പോൾ എന്തായാലും എഡിറ്റോറിയൽ അല്ലേ. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞു നോ ക്ലാസ് ആണ്, പത്രമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. പക്ഷെ രാത്രി ഒരു 12:30 ആയപ്പം ആയിക്കോട്ട് 12:45 എനിക്ക് ന്യൂസ് പേപ്പർ കിട്ടി. അപ്പം ഞാൻ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഉണ്ടോ ഇന്ന്, അപ്പോൾ പത്രം ഇന്ന് ഉണ്ട് അല്ലേ എന്ന് മനസ്സിലാക്കി ഞാൻ ടെക്നിക്കൽ ടീമിനെ അറിയിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിലൊന്നും സെറ്റായിട്ടില്ല. ടെക്നിക്കൽ ടീമിനെ കൊണ്ട് രാത്രി അഡ്ജസ്റ്റ് ചെയ്ത് ഓർമ്മിപ്പിച്ചിട്ട് രാവിലെ ഇടിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ആർട്ടിക്കിൾസ് ടുഡേ ആൻഡ് ദ എഡിറ്റോറിയലിലെ നമ്മുടെ വൊക്കാബ് ആൻഡ് എവറിത്തിങ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എവറി വൺ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സെഷൻ എല്ലാ ദിവസവും 8:30-ക്കുള്ള സെഷനാണ്, മൺഡേസ് ടു സാറ്റർഡേസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കോട്ട് ഇതാണ്: സംടൈംസ് യു നീഡ് ബാഡ് തിങ്സ് ടു ഹാപ്പൻ ടു ഇൻസ്പയർ യു ടു ചേഞ്ച് ആൻഡ് ഗ്രോ. ചില സമയത്തുണ്ടല്ലോ നമുക്ക് നമ്മുടെ ലൈഫിൽ ചില എന്താ പറയുക തിക്താനുഭവങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും. അത് സംഭവിച്ച് നമുക്കൊരു പണി കിട്ടിക്കഴിയുമ്പോൾ, മേ ബി ആ പണി ലിറ്ററലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, യാ ഇറ്റ്സ് ബാഡ്, ഐ നീഡ് ടു ചേഞ്ച്, ഐ നീഡ് ടു ഗ്രോ എന്ന് നമുക്ക് തോന്നും. സോ അങ്ങനെ ചില കാര്യങ്ങൾ ലൈഫിൽ വരും. ആ ലൈഫിൽ വരുന്ന ആ കാര്യങ്ങൾ, bad things are something which really makes you to turn into a good person or into something good, worth ആയുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ മാറ്റും. അതുകൊണ്ട് ബാഡ് തിങ്സ് വന്നാൽ പേടിക്കണ്ട. നമ്മുടെ ഇയാൾ കീറ്റ്സ് പറഞ്ഞ പോലെ, ഇഫ് വിന്റർ കംസ് അല്ലേ ഇറ്റ് പാസ് ആൻഡ് സമ്മർ കംസ്, അങ്ങനെ പറയുന്നത് അല്ലേ. വിന്റർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമ്മർ വന്നിരിക്കും, വിന്റർ പോയി സമ്മർ വന്നേ മതിയാകും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ ബാഡ് തിങ്സ് വന്നാൽ എന്തായാലും പോകും, അത് കഴിഞ്ഞിട്ട് സംതിങ് ഗുഡ് വിൽ ടേൺ ഔട്ട്. ലെറ്റ്സ് മൂവ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. ആൻഡ് ചാനലിൻ്റെ പ്രത്യേകത ഓൾ ഇൻ വൺ ചാനലാണ്. SSCക്കും ESI ഇൻഷുറൻസ് ക്ലാസ് എക്സാംസ്, ബാങ്കിങ് എക്സാംസ്, അതുപോലെ PSC എക്സാംസ്, സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് എക്സാം, ദേവസ്വം ബോർഡ് LD എക്സാം, എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ PYQ സെഷൻസ്, എക്സാം അനാലിസിസ്, അതുപോലെ നമ്മുടെ സ്ട്രാറ്റജിക് വീഡിയോസ്, അതുപോലെ മോട്ടിവേഷണൽ വീഡിയോസ്, എല്ലാ നോട്ടിഫിക്കേഷനും മിസ് ഔട്ട് ആവാതെ കൊണ്ടുവരുന്ന ഒരു ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പ്ലേ സ്റ്റോറിൽ പോകുക, ചെറിയൊരു MB ഉള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് ഡെയിലി ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ എക്സാം നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്ട്സ് ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കട്ടെ. ബി ഇൻ ടച്ച് വിത്ത് ദിസ്. നമ്മുടെ 2 ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്. രണ്ടിലും ബി അ പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഓഗസ്റ്റ് 16 അറിയാം അല്ലേ. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ടെക്നിക്കൽ ടീമിന് ഒന്നും സെറ്റാക്കാനുള്ളൊരു സമയം കൊടുത്തില്ല. ബിക്കോസ് ഇന്ന് ഉണ്ടാവും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇന്ന് മലയാള മനോരമ അങ്ങനെ മലയാള പത്രങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആസ് യൂഷ്വൽ ഹിന്ദു ന്യൂസ് പേപ്പറും അങ്ങനെയായിരുന്നു, നാഷണൽ ഹോളിഡേയ്സിൻ്റെ പിറ്റേന്നില്ല. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അത് എന്തോ സംതിങ് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ ഇന്നലെ എൻ്റെ അനിയത്തി രാത്രി ഞാൻ കിടക്കാൻ നേരത്തെ എന്താടി, അപ്പോൾ നമ്മൾ നാളെ രാവിലെ എഡിറ്റോറിയലുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറയാണ്, അപ്പം എനിക്ക് തോന്നുന്നു ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് ശുഷ്കാന്തിയുള്ള ആൾക്കാർ, ലീവ് എടുക്കേണ്ടെന്ന് തോന്നുന്നു അവർക്ക്. മേ ബി അതുകൊണ്ടായിരിക്കാം എന്നോട് പറഞ്ഞു. മേ ബി ആയിരിക്കാം, ഐ ഡോണ്ട് നോ. എന്നാലും അത് വി ആർ എംബ്രേസിങ് ദി ഡേ അല്ലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത, നമ്മൾ വൊക്കാബുലറി ആൻഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഹിന്ദു ന്യൂസ് പേപ്പർ എഡിറ്റോറിയലിലെ വൊക്കാബുലറിയാണ് എല്ലാ എക്സാംസിനും വരുന്നത്. അപ്പം അതുകൂടാതെ നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കുക, നിങ്ങളുടെ റീഡിങ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതുപോലെ നമ്മുടെ നിങ്ങൾ പോലും അറിയാതെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്. അപ്പോൾ അതിലൊക്കെ ബേസിക് ആയിട്ട് ജനറൽ അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ വല്ലാണ്ട് ശ്രമിക്കാറുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റി ഒക്കെ സെറ്റാക്കാൻ ഈ ഒരു സെഷൻ മതി. അത് എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. UPSC ആയിക്കോട്ടെ, KPSC ആയിക്കോട്ടെ, SSC, ESIC, ബാങ്കിങ്, ഇപ്പോൾ സുപ്രീം കോർട്ട് അസിസ്റ്റന്റ്, ദേവസ്വം ബോർഡ് LD, എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവരും പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക അല്ലേ. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. അപ്പോൾ എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. 2 ആർട്ടിക്കിൾ ഇന്ന് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും പോലെ ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇന്ന് 2 ആർട്ടിക്കിളുണ്ട്. ഒരു ആർട്ടിക്കിൾ ഈസ് അബൌട്ട് നമ്മുടെ ഇന്ത്യയുടെ ആസ്പിറേഷൻസിനെ പറ്റി. ഇന്നലെ മോദിജി റെഡ് ഫോർട്ടിൽ വെച്ച് അടിപൊളി ഒരു പ്രസംഗം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസംഗത്തിലെ പോയിന്റ്സ് ഇൻ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ഫോക്കസ് എന്നുള്ളതിനെ പറ്റി അതിനൊന്ന് എന്താ പറയുക, ഒന്ന് വലിച്ചു കീറി പരിശോധിക്കുക. ഇറ്റ്സ് പോസ്റ്റ്മോർട്ടം ഓഫ് ദാറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ വേറൊരു ആർട്ടിക്കിൾ ഞാൻ കുറേ നാളിങ്ങനെ ആലോചിക്കുന്നു, എന്തുകൊണ്ട് ആ ആർട്ടിക്കിൾ വരുന്നില്ല. കുറേ ദിവസം 2 ദിവസമായി. കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്.
ഇന്ത്യക്കാരനായിരുന്നു, പുള്ളി പോയി, ഹീസ് എൻ എക്സ്പാട്രിയേറ്റ് റൈറ്റർ, ഇവിടുന്ന് പോയിട്ട് വേറെ അടുത്ത് മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്നു, അവിടുന്ന് ഇന്ത്യയെ പറ്റി എഴുതുന്നു. അപ്പോൾ പുള്ളിയുടെ സേറ്റനിക് വേഴ്സസ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, വർക്ക് ഉണ്ട്. ആ വർക്ക് ഭയങ്കര ഇന്റർനാഷണലി അക്ലെയിംഡ് ആണ്, ഭയങ്കര പേര് കേട്ടൊരു വർക്കാണ്. അന്ന് മുതൽ പുള്ളിക്ക് എപ്പോഴും ഡെത്ത് ത്രെറ്റ്സ് ഉണ്ട്. കാര്യം ഭീഷണിയുണ്ട്. കാരണം എന്താ വെച്ചാൽ പുള്ളി കൂടുതലും എഴുതിയത് അബൌട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റിയാണ് എന്നൊക്കെ ആണ് പറയുന്നത്. ആൻഡ് പുള്ളി പച്ചയായിട്ട്, നമ്മുടെ ബഷീറെ കാണില്ലേ, പച്ചയായിട്ട് എഴുതുന്ന പോലെ പച്ചയായിട്ട് എഴുതുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇന്ത്യയുടെ ലൂപ്പ് ഹോൾസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അയാൾക്ക്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു വിക്ടറി സംതിങ് എന്ന് പറഞ്ഞൊരു ബുക്കും കൂടെ വരുന്നുണ്ട്, എന്തോ വിക്ടറിയോ സംതിങ് ലൈക്ക് ദാറ്റ് ഒരു ബുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിവേസ് പുള്ളിയുടെ കാര്യം ഇതാണ്, പുള്ളി അത്യാവശ്യം പറഞ്ഞു വരുന്നപ്പോൾ പണി മേടിച്ചു കൂട്ടിയ ആളാണ്. അപ്പോൾ പുള്ളിയുടെ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, ജാപ്പനീസ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പുള്ളിക്ക് പല ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. ആ ട്രാൻസ്ലേറ്റേഴ്സ് പോലും മരണത്തിനിരയായി. ഒരുപാട് ഡെത്ത് ത്രെറ്റ്സ് അവർക്കും വന്നു. അതുപോലെ തന്നെ പുള്ളിൻ്റെ ഇത് കാരണം പുള്ളിയിലേക്കും മരണത്തിന് ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് പുള്ളി എന്ത് ചെയ്തു, വിക്ടറി സിറ്റി എന്നാണ് പുള്ളിയുടെ പുതിയ വരാൻ പോകുന്ന അപ്കമിങ് നോവലിൻ്റെ പേര് അടുത്ത പോകുന്നത്. അപ്പം എനിവേസ് അപ്പോൾ പറഞ്ഞു വന്നതാണ്, ഇതൊരു നമുക്കൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു ഫാക്ടറാണ്. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് വെച്ചിട്ടൊരു പ്രസംഗം പുള്ളി അതിന് വെച്ച് പോയപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് പുള്ളിയുടെ കഴുത്ത് ഈ ഭാഗത്തായിട്ട് കുത്തിയിട്ട് വല്ലാത്ത രീതിയിൽ തന്നെ മിക്കവാറും കണ്ണിൻ്റെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്, ലെഫ്റ്റിൻ്റെ ഐക്ക് കാഴ്ച പോവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടർ പറഞ്ഞു. വെന്റിലേറ്ററിലായിരുന്നു, ഇന്നലെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ഇന്നലെ വെന്റിലേറ്റർ മാറ്റി, അപ്പോൾ ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങി. വളരെ ക്രിട്ടിക്കലായിട്ട് അവസ്ഥയായത്. പക്ഷേ മോൻ എന്നാലും പറയുന്നുണ്ട്, അപ്പൻ ക്രിട്ടിക്കൽ അവസ്ഥ തന്നെയാണ് എന്ന് മോൻ പറയുന്നുണ്ട്. ബട്ട് എന്നാലും അപ്പന് ഭയങ്കര എന്താ പറയുക, ഹ്യൂമർ ഇൻടാക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് തലയ്ക്ക് ക്ഷതമൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു എന്നുള്ള മട്ടിലാണ് മോൻ പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നമ്മൾ തമാശ രീതിയിൽ പറയുമെങ്കിലും വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, നമ്മുടെ നാട്ടിലും പുറത്തും നമ്മുടെ നാടിനെ പറ്റി ഒരു പരാമർശം പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, ഒരു റൈറ്റർ ആയിക്കോട്ടെ, ഓർ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിക്കോട്ടെ, ഓർ എനിബഡി ഇറ്റ് ഈസ്, ആക്ടിവിസ്റ്റുകൾ ആരായിക്കോട്ടെ, അവരൊക്കെ എപ്പോഴും തഴഞ്ഞിടാൻ വേണ്ടിയിട്ട് ഉള്ള മീൻസ് നമ്മൾ നോക്കിയിരിക്കും. എനി വേ വി വിൽ ഡു, ഏതെങ്കിലും ഒരു വേയിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിന് എതിരെയുള്ള ഈ എക്സ്ട്രീമിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരെയുള്ള ഒരു ഡെത്ത് ത്രെറ്റ് ആണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്കെതിരെയുള്ള ടാർഗറ്റിംഗ് അല്ല നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. ആ ഒരുപാട് റൈറ്റേഴ്സിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് സൽമാൻ റുഷ്ദി. അപ്പോൾ അതിൽ ഈ പറയുന്ന റൈറ്ററിന് വരുന്ന ഡെത്ത് ത്രെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എക്സ്ട്രീമിസം എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരെണ്ണമാണ്. സോ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ട് വായിക്കാനൊക്കെ ആയിട്ട്. എന്തായാലും പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഐ സെൻഡ് ഇറ്റ് യു. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ തരാം കേട്ടോ. യെസ്, എന്തായാലും ഞാനത് ഗ്രൂപ്പിൽ അയച്ചേക്കാം നിങ്ങൾക്കൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, യെസ്, ഗുഡ് മോർണിംഗ് പീപ്പിൾ, എവ്രി വൺ. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഹോസ്പിറ്റലൈസ്ഡ്. ഷമാസെ, നീ ഹോസ്പിറ്റലാണോ? എന്നാ പറ്റി? എൻ്റെ പൊന്നെ. ഓക്കെ, യെസ്, സച്ച് എ ഷോക്കിംഗ് ഇൻസിഡൻറ്റ് ആണല്ലേ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. സോ പീപ്പിൾ, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സിലോട്ട് പോകാം. സോ ഇന്ന് ഒട്ടും കുറവില്ല ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പം നോക്കിക്കോളൂ. ഗോ ഓൺ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഗോ ഓൺ ചെയ്യൂ. ഗോ ഓൺ പറഞ്ഞു, ഐ എം ലിസണിങ് എന്ന് പറയില്ലേ. കണ്ടിന്യൂ ഓർ ഗോ ഓണിന് വേറെ ഒരിടത്തുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, പവർ ഗോ, വെന്റ് ഓൺ ഒക്കെ പറഞ്ഞില്ലേ. സോ സ്റ്റാർട്ട് വർക്ക്. എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനം ഗോ ഓൺ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വർക്ക് അല്ലേ, വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ് അല്ലേ എന്ന് പറയില്ലേ. ആ സാധനത്തിനാണ് നമ്മൾ പറയാം കേട്ടോ, ഗോ ഓൺ ചെയ്യാം. ഓർത്തോണം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ റൈറ്റ്. അടുത്ത് നോക്കിക്കേ, ലിവ് ഓൺ. ലെറ്റ്സ് ലിവ് ഓൺ, ലിവ് ഓൺ എന്ന് പറയില്ലേ. സോ ദാറ്റ് മീൻസ് ഷീ ലിവ്ഡ് ഓൺ ഹാപ്പിലി, സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ ലിവ് ഓൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. കണ്ടിന്യൂ നിലനിൽപ്പുണ്ടല്ലോ, എക്സിസ്റ്റ് ചെയ്യുന്നതിന് കണ്ടിന്യൂ ചെയ്യുക, ദാറ്റ് ഇസ് ലിവ് ഓൺ. അടുത്തത് ടേക്ക് അപ്പ്. ടേക്ക് അപ്പിന് രണ്ടർത്ഥമുണ്ട്. ദ ന്യൂ പ്രസിഡന്റ് വിൽ ടേക്ക് അപ്പ് ദ പൊസിഷൻ ടുമോറോ എന്നൊക്കെ പറഞ്ഞു പറയില്ലേ. സോ ബി ഇൻവോൾവ് ഇൻ സംതിങ് എന്നൊരർത്ഥം. രണ്ടാമത്തത് ഹ്യൂമൻ ബീങ്സ് ടേക്കിംഗ് അപ്പ് മോസ്റ്റ് ഓഫ് ദി റിസോഴ്സസ് ഓൺ എർത്ത് എന്ന് പറയില്ലേ. അതായത് കൺസ്യൂം ചെയ്യുക, ഓക്യുപ്പൈ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ടേക്കപ്പിന്. സോ ടേക്കപ്പിന് രണ്ടർത്ഥം ഓർത്ത് വെച്ചോളാം. ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. എന്നാലും റിവിഷൻ ഇസ് എവറി ടൈം, ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്. അല്ല, എല്ലാ ടൈമിലും റിവിഷൻ എന്ന് പറയുന്നതിന് ഞാൻ വിട്ടുകളയില്ല. ദാറ്റ് ഇസ് വെരി വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ അടുത്തത് ബിഗ് ഫിഷ്. എന്താ ബിഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അല്ലേ, കുറച്ചായില്ലേ, 1 മന്തിനുള്ളിൽ റീമ മിസ് എന്തായാലും ഇതിൻ്റെ ഒരു ഇഡിയം ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ബിഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ
പുള്ളിയൊക്കെ വമ്പൻ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, പുള്ളിയൊക്കെയോ അയ്യോ ഇവിടുത്തെ വമ്പൻ സ്രാവാട്ടോ, ഇവിടുത്തെ ബിസിനസ് മേഖലയിലെ ഏറ്റവും വമ്പൻ സ്രാവ പുള്ളി ഈസ് എ ബിഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഓർ എൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. അയ്യോ ഇവരെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവർ തൊടാൻ പറ്റില്ല, ബിക്കോസ് ഹീസ് എ ബിഗ് ഫിഷ് ഇൻ ദ മാർക്കറ്റ് ഓർ ഹീസ് എ ബിഗ് ഫിഷ് ഇൻ ദ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, അത്ര വലിയ പുള്ളിയാണ്, വലിയ ടീമാണ് എന്ന് പറയുന്നതിനാണ് ബിഗ് ഫിഷ് എന്ന് പറയാം. അടുത്തത് ലേ ഔട്ട് ചെയ്യുക. what do you mean by lay out? ലേ ഔട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുക. രണ്ടർത്ഥമുണ്ട്. ലേ ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുക. കൺസ്ട്രക്ട് ചെയ്യുന്ന സെൻസ് പ്ലാൻ ഒക്കെ ആയിട്ട് അക്കോർഡിംഗ്ലി നമ്മളൊരു കാര്യം കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുക അല്ലെ, ലേ ഔട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാന്നൊരു അർത്ഥം കൂടെ ഉണ്ട്, ഓർത്ത് വെച്ചോളൂ. അടുത്ത ഹോൾഡ് ബാക്ക് ചെയ്യുക. ഡോണ്ട് ഹോൾഡ് ബാക്ക് യുവർ സ്റ്റഡീസ് അല്ലെ. ഹോൾഡ് ബാക്ക് എപ്പോഴും പറയാറുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? ഹോൾഡ് ബാക്കിന് രണ്ടർത്ഥം ഉണ്ട്. ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യുക, അതായത് ഒന്ന് മടി പിടിച്ചിരിക്കുക, ഒന്ന് ഒരു ഡിലേ വരുന്നത് നമ്മളൊന്ന് മടി പിടിക്കുക, ദാറ്റ് ഈസ് ഹെസിറ്റേറ്റ്. ഡോണ്ട് ഹോൾഡ് ബാക്ക് ടു ടേക്ക് യുവർ ഡിസിഷൻസ് എന്നല്ലേ, അബൌട്ട് യുവർ ലൈഫ്, സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യുക, ഒബ്സ്ട്രക്ട് ചെയ്യുക, ഇമ്പീഡ് ചെയ്യുക, ഹിൻഡർ ചെയ്യുക, തടസ്സപ്പെടുക, പ്രിവെന്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ലേ ഹോൾഡ് ബാക്കിന് പറയാൻ പറ്റും. ഓക്കെ. പിന്നുള്ളത് സെറ്റ് ഓഫ് ആണ്. സെറ്റ് ഓഫ് രണ്ടർത്ഥം പറയാം നമുക്ക്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിഗിൻ എ ജേർണി എന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്യുക, ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ ബി എ കോസ് എന്ന് പറയാം അല്ലെ, ഒരു കാരണമാകാം. അപ്പം ഷീ സെറ്റ് ഓഫ് ദി ഔട്ട്ബേസ്റ്റ് ഓർ ഷീ സെറ്റ് ഓഫ് ദി ഔട്ട്റീച്ച് എന്നൊക്കെ പറഞ്ഞാൽ അവളാണ് ഇതിനൊക്കെ കാരണമായത്, ബി എ കോസ് ഓഫ് സംതിങ് എന്നും സെറ്റ് ഓഫിന് പറയാൻ പറ്റും കേട്ടോ, ഓർത്തോണം. ദാറ്റ് ഇസ് സിമ്പിൾ. നമ്മൾ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഈ ദിവസങ്ങളിൽ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പോയൊരു വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു വാക്ക് നിങ്ങൾ കണ്ടോളൂ, വൺ വേർഡ് ആണ്, ഇഗാലിറ്റേറിയൻ. വാട്ട് ഡു യു മീൻ ബൈ ഇഗാലിറ്റേറിയൻ? ഇഗാലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇഗാലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളെ പറയുന്ന പേരാണ്. സോ വൺ ഹു ബിലീവ്സ് ഇൻ ഇക്വാലിറ്റി ഫോർ ഓൾ പീപ്പിൾ എങ്കിൽ നമ്മൾ അവരെ വിളിക്കാം ഇഗാലിറ്റേറിയൻ എന്ന് വിളിക്കാം. ഒരു കാര്യം ഓർക്കണം, ഇഗാലിറ്റേറിയൻ നൗണായിട്ട് മാത്രമല്ല ഉപയോഗിക്കുക, ഇഗാലിറ്റേറിയൻ കമ്മ്യൂണിറ്റി, ഇഗാലിറ്റേറിയൻ ഇഷ്യൂസ്, ഇഗാലിറ്റേറിയൻ സംതിങ് ലൈക്ക് ദാറ്റ് എന്തും പറയാം, ബിക്കോസ് അഡ്ജക്റ്റീവായിട്ടും അതിന് ഉപയോഗിക്കും. റഷീദിയുടെ കാര്യമാണോടാ നീ പറഞ്ഞേ ഷമ്മാസെ? ഞാൻ ആകെ വിചാരിച്ചു നിനക്ക് വയ്യാണ്ടിരിക്കുമോ, പെട്ടെന്ന് വായിച്ചു വിട്ടപ്പോഴേ. ഓൾ റൈറ്റ്, ഐ ഗോട്ട് ഇറ്റ്. ഹി ഹാസ് ബാർലി ഇനഫ് മണി. ഹി ഹാസ് ബാർലി ഇനഫ് മണി. ഹി ഹാസ് ബാർലി ഇനഫ് മണി. ഓക്കെ, ഇനഫ് എന്നതിന് ക്വാളിഫൈ. ഓക്കെ, ബാർലി ഇനഫ് മണി ടു ലിവ് ഓൺ. ഓൾ റൈറ്റ്, ദാറ്റ്സ് കറക്റ്റ്. ടോപ്പ് ഗ്രാസ് ആർ യൂഷ്വലി ബിഗ് ഫിഷസ്. ഇന്നാൾ ഇതുപോലത്തെ ഒരു സെന്റൻസ് നീ പറഞ്ഞില്ല ഷമാസെ, നീ തന്നെയല്ലേ? വി ആർ ടേക്കിംഗ് അപ്പ് ദ എഡിറ്റോറിയൽ സെഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗോൺ. ഇറ്റ് ഈസ് ഗോൺ അല്ല പ്രവി, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, ഇറ്റ് ഈസ് കണ്ടിന്യൂവിംഗ് എന്ന് പറയണം കേട്ടോ. ഷീ റീൽഡ് അപ്പ് എ ബിഗ് ഫിഷ്. ഓൾ റൈറ്റ്, സെറ്റ് ഓഫ് ഫയർ. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഇൻ കോമ്പറ്റീവ് എക്സാം ഐ റെസ്പോണ്ടിങ് സീം ടു ബി എ ബിഗ് ഫിഷ് ഫോർ മീ. ഓൾ റൈറ്റ്, ലേ ഔട്ട് ദ മാപ്പ് ഓൺ ദ ടേബിൾ ആൻഡ് ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ചിപ്പി, ഗുഡ് മോർണിംഗ്. ഐ എയ്റ്റ് എ ബിഗ് ഫിഷ് യെസ്റ്റർഡേ. എടാ അത് വലിയ മീൻ, വേറെ മീൻ. എൻ്റെ പൊന്നോ, തുടങ്ങി അവനെ കൊണ്ട്. അവൻ തുടങ്ങി രാവിലെ ചളിയായിട്ട്. ഞാനും ചിപ്പിയും ഒരേ സമയം വന്നു. പിന്നല്ലേ ഏക മനസ്സ് എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഇറ്റ്. യെസ് യെസ് യെസ്. Junjunwala's owned Akash Air has launched who was dead recently. Junjunwala owned. Walas വേണ്ട. ഇനി അവരുടെ ഫാമിലി ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ ഗുപ്താസ് പറയാണ്. Gupta's owned Akash Air which was launched recent. It was അല്ലെങ്കിൽ അല്ല വിച്ച് വാസ് ലോഞ്ച്ഡ് റീസെൻ്റ്ലി എന്നാണോ ലോഞ്ച് ചെയ്തത് എന്ന് പറയാം. എന്നിട്ട് ഇപ്പോൾ ജുൻജുൻവാലയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നിനക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ജുൻജുൻവാല ഹൂസ് ഡെഡ് റീസെൻ്റ്ലി ഓൺഡ് അവിടെ കൊടുക്കണം. ജുൻജുൻവാല ഹൂസ് ഡെഡ് റീസെൻ്റ്ലി ഓൺഡ് ആകാശ് എയർ വിച്ച് വാസ് ലോഞ്ച്ഡ് എന്ന് പറയാം. വിച്ച് വാസ് ലോഞ്ച് എപ്പോഴാണോ അപ്പോൾ കേട്ടോ. മൈ ഡോട്ടർ ഇസ് എ ബിഗ് ഫിഷ് ഇൻ മൈ ലൈഫ്. ദാറ്റ് ഈസ് ഗ്രേറ്റ് പ്രവി, ദാറ്റ് ഈസ് ഗ്രേറ്റ്. റീസെൻ്റ്ലി പെർഫെക്റ്റ് ടെൻസ് വേണ്ടേ? റീസെൻ്റ്ലി ലിറ്ററലി പെർഫെക്റ്റ് ടെൻസ് വേണം കേട്ടോ. റീസെൻ്റ്ലി ലിറ്ററലി പെർഫെക്റ്റ് ടെൻസ് വേണം. അത് ഐ ഹാവ് റെഡ് സംതിങ് റീസെൻ്റ്ലി എന്നൊക്കെ പറയില്ലേ, ഈ ഇടയ്ക്ക് എന്ന് പറയില്ലേ, വേണം. അതായത് ഗ്രാമാറ്റിക്കൽ ടേംസിൽ ടെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ, അല്ലാതെ തെറ്റില്ല, ടെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഗ്രാമാറ്റിക്കൽ ഏരിയയിൽ മാത്രം മതി. അല്ല നിങ്ങൾ സെൻറ്റൻസ് മേക്കിങ്ങിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്ന് റീസെൻ്റ്ലി കണ്ട ഓർത്തോണം, ദാറ്റ് ഈസ് ഫോർ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. or perfect tense. He's go on living a normal life. അല്ല മിഥുനെ, ഈസ് കഴിഞ്ഞിട്ട്, ഈസ് എന്ന് പറയുമ്പോൾ ബി ഫോർമുലേഷനാണ്. ബി ഫോർമുലേഷൻ കഴിഞ്ഞ് ഒരിക്കലും നമുക്ക് V1 കൊടുക്കരുത്, V5 കൊടുക്കരുത്, V2 കൊടുക്കരുത്. ബിയുടെ കൂടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ V4, B പ്ലസ് കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാം. ബിയുടെ കൂടെ V4 ഇടുമ്പോൾ കണ്ടിന്യൂസ് ടെൻസ് കിട്ടും. അല്ലെങ്കിൽ ബിയുടെ കൂടെ V3 ഇട്ട് കൊടുത്ത് പാസീവ് ആക്കാം.
പാസീവ് അല്ലല്ലോ, നീ ഇത് ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക. ഹീസ് ഗോയിങ് ഓൺ ലിവിങ് എ നോർമൽ ലൈഫ് എന്ന് കൊടുക്കണം കേട്ടോ. റിന്റു മാം വെന്റ് ഓൺ പ്രിപ്പയറിംഗ് ഫോർ ദി ജോലി സെഷൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദി ന്യൂസ് പേപ്പർ അറ്റ് 11th hour. ആണ് രാത്രി കിട്ടിയപ്പോൾ ഞാൻ ഇത് ചെയ്തില്ല. രാത്രി കിട്ടിയപ്പോൾ ഐ വാസ് റിയലി ഷോക്ക്ഡ്. അയ്യോ, സെഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച സെഷൻ ലിറ്ററലി ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ലീവ് ആയതുകൊണ്ട് ഞാൻ ഇന്നലെ പുറത്ത് പോയി. അപ്പോൾ ഞാനത് സെഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ല. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ സെഷൻ ഫില്ല് ചെയ്തില്ല. അപ്പോൾ എന്നോട് ടെക്നിക്കൽ ടീം ഗ്രൂപ്പിലെങ്ങാണ്ട് മെസ്സേജ് അയച്ചു. ഐ ഡിഡ്ന്റ് സീ ഇറ്റ്. വൈകുന്നേരം വന്നപ്പോഴെങ്ങാണ്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ വൈകിട്ട് അപ്പോൾ എന്നോട് വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, മിസ്സേ നാളെ സെഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ നാളെ സെഷൻ എടുക്കുന്നില്ല, എന്തിനാ സെഷൻ, നാളെ ഇല്ലല്ലോ, ന്യൂസ് പേപ്പർ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇത്. അപ്പോൾ സെഷൻ ക്രിയേറ്റ് ചെയ്ത പുള്ളിയോട് ഞാനത് ക്യാൻസൽ ചെയ്യിപ്പിച്ച ആളാണ് ഞാൻ കേട്ടോ. എന്നിട്ട് രാത്രി 12:45 ഞാൻ സിനിമ കണ്ടുകൊണ്ട് കിടക്കും. നാളെ സിനിമ ഞാൻ അല്ലെങ്കിൽ ഒരു 12 മണിക്ക് കിടക്കുന്നതാണ്. ഇന്നലെ 1 മണിയായി വരെ പണിപാളി. കാരണം വെച്ചാൽ അപ്പോഴേ നോക്കുന്നത്, അയ്യോ വന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ അവനെ ഞാൻ മെസ്സേജ് രാത്രിയിൽ അയച്ചിട്ട് ഞാൻ പറഞ്ഞു, അതെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ രാവിലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടേക്കണേ, ഐ നോ ഇറ്റ് ഇസ് 11th hour എങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു സോപ്പിംഗ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടു. അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ ആയപ്പോഴേക്കും അത് ഇട്ടു. എന്നിട്ട് ഹീസ് ടോൾ മീ യെസ് മാം ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ വാസ് രാത്രി ഒരാളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു എന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എന്നാൽ പോലും ക്രിയേറ്റ് ചെയ്ത സെഷൻ എടുപ്പിച്ചിട്ട് വീണ്ടും ഇടിപ്പിക്കേണ്ട വന്നല്ലോ എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ 11th hour പ്രിപ്പറേഷൻ ഒന്നും നടത്തിയില്ല. 11th hour പുള്ളിയെ ഓർമ്മിപ്പിച്ച് ശല്യപ്പെടുത്തി. ദാറ്റ്സ് ഇറ്റ്. മോർണിംഗ് ഞാൻ ആസ് യൂഷ്വൽ 7 ആയപ്പോഴേക്കും എണീറ്റ് ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. All right, religious extremism lives on in the world, proves the brutal attack on Salman Rushdie. Yes, exactly. Ambani is a Ambani അല്ലേ ഈസ് എ ബിഗ് ഫിഷ് എന്ന് പറയണം. ഐ വിഷ് ഐ വർ എ ബിഗ് ഫിഷ് ആണല്ലേ. കൊള്ളാം, നീ കൊള്ളാലോടാ. ഐ എം എൻ ഇഗാലിറ്റേറിയൻ ആൻഡ് റെസ്പെക്ട് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഇന്നലെ ഈച്ച് ആൻഡ് എവറി പാർവതി ഇട്ട പ്രവർത്തനം. ഇന്നലെ എവറിയുടെ കൂടെ സെന്റൻസ് മേക്കിംഗ് ഞാൻ കണ്ടു. നിങ്ങളുടെ എല്ലാവരും സെന്റൻസ് ഇന്നലെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ പറ്റി അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയെ പറ്റി നിങ്ങൾ എഴുതി. എനിക്ക് ഐ വാസ് റിയലി ഹാപ്പി ഹിയറിംഗ് സീയിങ് ദാറ്റ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപാട് പേരിട്ടു. ഞാൻ ലൈക്ക് ഇട്ടത് നിങ്ങളുടെ ഇതിനെ പറ്റിയാണ്. പക്ഷേ ഗ്രാമാറ്റിക്കലി എല്ലാവരും ഈ എവറി കഴിഞ്ഞിട്ട് ഈച്ച് കഴിഞ്ഞിട്ട് പ്ലൂറൽ ഉപയോഗിച്ചു. ഐ വാസ് ലൈക്ക്, എന്ത് പറ്റി പിള്ളേരെ നിങ്ങൾക്ക്, വാട്ട് ഹാപ്പൻ ടു യു, വേർ ആർ യു എന്നെനിക്ക് ചിന്തിച്ചു പോയി. കാരണം വെച്ചാൽ എവറിയുടെ കൂടെ ഓർ ഈച്ചിൻ്റെ കൂടെ ഒക്കെ നമ്മൾ എന്നാ പറഞ്ഞിട്ടുള്ളത്, എപ്പോഴും എന്തിട്ട് കൊടുക്കണം, സിംഗുലർ നൗൺ ഇട്ട് കൊടുക്കണം. സിംഗുലർ നൗൺ ഇട്ട് കൊടുത്താലേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ കൂടെ സിംഗുലർ വേർബ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആണല്ലോ, ഇതാണല്ലോ സംഭവത്തിൻ്റെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ. അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. Let's see. A friendlier tax regime can hold back an exodus. That's great. ആണല്ലേ. Junjunwala who's dead allada mone, who's dead alla, who is dead recently on Akash Air which is launched ennu kodutha madi ട്ടോ. Okay, Adani and Ambani are big fishes in our country. That's great. One of the big fishes ennu പറയാം. One of the big fishes പറയാം. കാരണം big fishes il ഒന്ന് നന്നര കറക്റ്റ് ആണ് ട്ടോ. 11th hour. Yes, when I stepped out of the competitive exam field, all grammar rules came to my mind like priest. Kollalo. He'll be willing to lay out 16 lakhs of Honda City. Yes. Stenographer കാര്യം പറയണേ, ഇംഗ്ലീഷിന്റെ മാത്രമെങ്കിലും കോമ്പറ്റീവ് എക്സാം ബേസ് ഫുൾ ക്ലാസ്സസ് അവൈലബിൾ ആണോ? എനിക്കറിയാം സ്റ്റെനോയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അഞ്ചു. ഞാൻ എന്തായാലും പറയും അത്. കാരണം ഇന്നാണെന്ന് എല്ലാം കഴിഞ്ഞിട്ട് ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നു. അപ്പോൾ ഞാൻ കമ്പനിയായിട്ടൊന്ന് ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് I'll tell you. Okay, I'll really tell you. PM Modi lays out Panch Prana development strategy for next 25 years. Yes, even though Parvati is egalitarian, she stood for females. Great. Adu kolla. I didn't knew. Regin, I didn't know. Didന് ശേഷം ഡൂവിന് ശേഷം ഞാനിത് എന്നും പറയുന്നതാ. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും പറയും. എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കും അല്ലേ. ഡൂവിന് ശേഷം, ഡസിന് ശേഷം, അതുപോലെ തന്നെ ഡിഡിന് ശേഷം. നെവർ എവർ യൂസ് എനി അതർ ഓക്സിലറി വെർബ് ബട്ട് V1. അറിയാലോ, V1 മാത്രമേ പറ്റുള്ളൂ പിള്ളേരെ. V1 മാത്രം. എന്തിൻ്റെ കൂടെ? ഈ ഡൂവിൻ്റെ കൂടെ, ഡസിൻ്റെ കൂടെ. അപ്പോൾ ഡോണ്ട് ഒക്കെ വരുമ്പോൾ തന്നെയല്ലേ സെയിം സാധനം. ഒരിക്കലും ഡബിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സൂപ്പർഫ്ലോ സ്റ്റേറ്റ്മെന്റ്, നിന്റെ സൂപ്പർഫ്ലോ സെറിജിനെ. കാരണം വാട്ട് യു ഡിഡ് ഇസ് നമ്മുടെ ഓൾറെഡി ഡിഡ് പാസ്റ്റൻസ് കൊടുത്തു, അതിൻ്റെ വീണ്ടും ഒരു പാസ്റ്റൻസ് കൊടുത്തു. ബിക്കോസ് ദാറ്റ് ഇസ് സൂപ്പർഫ്ലോസ്. അതാണ് പ്രശ്നം. അപ്പോൾ I didn't know anything about constitution, so I held back. എടാ, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയില്ലെന്നോ? കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയണമല്ലോ അത്യാവശ്യം. എന്തൊക്കെയാണ് പ്രിയംബിൾസിലുള്ള ബേസിക് മൂല്യങ്ങളെ പറ്റി അറിയണം. അതറിയാതിരിക്കാൻ പാടില്ല റിജിൻ. ദാറ്റ് ഇസ് ലിറ്ററലി ജനറൽ അവയർനെസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമുക്ക് അറിയാം. ഡോണ്ട് ഹോൾഡ് ബാക്ക് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ആരതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അതുല്യ. She held back after knowing the truth. That's great. She'll live on her
She will live on for her children. That is great. Abhinaya, good morning. Moving on, appa pillare. Let's move. These are the phrases. Go on, live on, take up, big fish, lay out, hold back, set off an egalitarian. Let's move. ഇപ്പൊ നമുക്ക് 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുള്ള കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ എന്റെ കൂപ്പൺ കോഡ് മറക്കണ്ട. Y314. Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും 17% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ സുപ്രീം കോർട്ടിന്റെ 3150 രൂപയ്ക്ക് കോഴ്സ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ടെസ്റ്റ് സീരീസും ഇ ബുക്കും എല്ലാം അവൈലബിൾ. ഇതൊരു കംപ്ലീറ്റ് ബാച്ച് ആണ്. ദർ യു വിൽ ഗെറ്റ് ഒബ്ജക്റ്റീവ് ക്ലാസ്സസ് as well as എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ്. ജൂലൈ 14 ആരംഭിച്ചു. 2, 5, 8 ഇങ്ങനെ 3 സ്ലോട്ട്, ടൈം സ്ലോട്ട് ഉണ്ട്. 1.5 മണിക്കൂറിന്റെ 3 ക്ലാസ്സുകൾ. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് അത്രേ പറയുള്ളൂ. കാരണം ഓരോ കോമ്പറ്റീവ് എക്സാമും ഓരോ നാഴികക്കല്ല നമ്മുടെ ലൈഫിൽ. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് ടു ബി റിമെമ്പേർഡ്. അടുത്ത കാര്യം ഈസ് അബൌട്ട് അസ്ട്ര 2.0. നമ്മുടെ SSCയുടെ JEE ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ബിടെക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. JEE നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്ലൈ ചെയ്യണം കേട്ടോ, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബേസ് മൊത്തം കവർ ചെയ്യാൻ വേണ്ടി SSCയുടെ ഒരു കംപ്ലീറ്റ് ബാച്ച് ഉണ്ട്, CHSL MTS വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് പഠിച്ച ബാക്കി എല്ലാം പഠിക്കാൻ പറ്റും. ആൻഡ് സ്റ്റെനോ ഒബ്വിയസ്ലി എഞ്ചും ഞാൻ എന്താ നോക്കിയിട്ട് പറയാം. അപ്പോൾ ജൂലൈ 1 തുടങ്ങിയിട്ടുണ്ട്. 2 ക്ലാസ്സുകളുണ്ട്. 3 and 6:30 1.5 മണിക്കൂറിന്റെ 2 ക്ലാസ്സുകൾ. ബട്ട് എവറി ഡേ ഇല്ല. മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് ആണുള്ളത്. 300 സംതിങ് അല്ലെ, 320 അങ്ങനെ കണ്ടാണ് എമൗണ്ട്, 300-200 സംതിങ്. എനിവേസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട് ആൻഡ് മെൻറ്റർ യു. സോ മൂവിംഗ് ഓൺ ടു അവർ വേർഡ്സ്. ഇന്നത്തെ വേർഡ് പിടിച്ചോ. കൂപ്പൺ കോഡ് മറന്നിട്ടില്ലല്ലോ. Y314, Y314. ആസ്പിറേഷൻ. ആസ്പയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് ആസ്പയർ ചെയ്യുക. സോ ആസ്പിറേഷൻ ഇസ് ദ നൗൺ ഫോർമുലേഷൻ ഫോർ ആസ്പയർ. എയിം ചെയ്യുക അല്ലെ. ആസ്പയർ എന്ന വേർബിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് ആസ്പിറേഷൻ. സോ വളരെ കോമൺ ആയിട്ടുള്ളൊരു വേർഡ് എന്ന് തന്നെ പറയാം. സോ ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസയർ, ആഗ്രഹം, ഹോപ്പ്, ഓർ വിൽ സേ ലോങ്ങിങ്, എക്സ്പെക്ടേഷൻ, എയിം എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ് ആസ്പയർ ഓർ ആസ്പിറേഷൻ. ഐ മീൻ ആസ്പിറേഷൻ. അടുത്ത് അപ്രോബേഷൻ. അപ്രോബേഷൻ കേട്ടുണ്ടോ? ഇന്ന് അപ്രോബേഷനെ പറ്റി നമ്മൾ കാണും കേട്ടോ. അപ്രോബേഷൻ മീൻസ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അപ്രൂവൽ, അസെന്റ് ഇല്ലേ, ദാറ്റ് ഈസ് എന്താണ് നമ്മുടെ അസെന്റിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. ASSENT. അതിന്റെ ഇത് നിങ്ങൾക്ക് ഇന്ന് കാണാം. ഡിസെന്റ് ഇന്ന് ഇവിടെ ഉണ്ട്. ഡിസെന്റ്, ഡിസഗ്രിമെന്റ്. അസെന്റ്, അപ്രൂവൽ. ഓപ്പോസിറ്റ് ഇന്ന് ഇവിടെ കാണാം. അസെന്റും ഡിസെന്റും കാണാം കേട്ടോ. നോക്കിക്കോണേ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Okay, we can set off our English journey with Rintu ma'am. Obviously, definitely. അംബേദ്കർ എഴുതിയതെന്ന് അറിയാം. അംബേദ്കറും ഒരുപാട് ഫ്രെയിമേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടടാ. അപ്പോൾ എനിവേസ് പിള്ളേരെ, ഇത്രയും പേര് ലൈവിലുണ്ട്. നിങ്ങൾ എന്തെടുക്കുക പിള്ളേരെ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് അല്ലെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ പറയണോ ഇതൊക്കെ? 20 പേര്, വെറും 20 പേർക്കാണ് തോന്നിയിട്ടുള്ളത്. എന്താ പറയാ, ഒരു ബോധമുള്ളത്. എന്തായാലും മിസ് ക്ലാസ് എടുക്കുന്നല്ലേ, മിസ് എന്തായാലും നമുക്ക് ഇത്രയും ചെയ്തു തരുന്നല്ലേ. ലെറ്റ്സ് ഷെയർ ദ സെഷൻ, അല്ലെങ്കിൽ ലെറ്റ്സ് ലൈക്ക് ദ സെഷൻ. ജസ്റ്റ് ലൈക്ക് ദ സെഷൻ ആൻഡ് ഷെയർ ഇറ്റ് ടു മാക്സിമം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റുള്ളവരിലോട്ട് എത്തുക എന്നുള്ളത്. ഓക്കെ. ഷീ വെന്റ് ഓൺ ലിവിംഗ് വിത്ത് ഹിം ഈവൻ ആഫ്റ്റർ ബീങ് ഹിറ്റ് ഹാർഡ്. ഓൾ റൈറ്റ്, ഐ ജസ്റ്റ് മാനേജ് ടു ഹോൾഡ് ബാക്ക് മൈ ലാഫിംഗ്. ദാറ്റ്സ് ഗ്രേറ്റ്. ചിപ്പി മറക്കല്ലേ എന്നൊക്കെ. ബിസി ഇൻ ഫ്രെയിം പിന്നല്ല. അംബേദ്കർ എഴുതിയതാ എല്ലാ റെജിൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഒരുമിച്ചുണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞത്. ആണല്ലടാ, റെജിൻ പെട്ടു. ഈശ്വര, ഇവരെല്ലാം കൂടി എന്നെ ഓടിക്കുമെന്ന്. റെജിൻ ഇപ്പോൾ ഓടും. അടിപൊളി. ബിഗ് ഫിഷസ് ഇൻ ഇന്ത്യ ആർ ഇൻ ഹറി. ഇൻ ഹറി അല്ലടാ ലിൻറ്റോ, അവിടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഇൻ എ ഹറി. ഇച്ചിരി ധൃതിയിലാണേ ലിൻറ്റോ ഇപ്പോൾ മിസ്സേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ ലിൻറ്റോ, ഐ ക്യാച്ച് അപ്പ് വിത്ത് യു ലൈറ്റർ. ഐ എം ഇൻ എ ഹറി. ഐ എം ഹറി എന്ന് പറയില്ല. ഐ എം ഇൻ ഹറി എന്ന് പറയില്ല. ഐ എം ഇൻ എ ഹറി. അങ്ങനെ ഒരു യൂസേജ് ആണ് നമ്മൾ പറയാം കേട്ടോ. ലെറ്റ്സ് ഹാവ് എ ചാറ്റ്, ലെറ്റ്സ് ഹാവ് എ ടോക്ക്, ലെറ്റ്സ് ഹാവ് എ ബൈറ്റ് അല്ലേ. എപ്പോഴും അവിടെ ഉപയോഗിക്കും. ആ ഒരു ഫ്രേസിൽ യൂസേജ് ഉണ്ടോ എന്ന് തോന്നണേ. അപ്പം ആർ ഇൻ എ ഹറി ടു ടേക്ക് ദ ഓണർഷിപ്പ് ഓഫ് PSUs, thereby they get privatized. ആർ അവിടെ വേണ്ട കേട്ടോ. അയ്യോ, അംബേദ്കർ എല്ലാം എഴുതിയെന്ന് ഞെട്ടിത്തിരിച്ച് അല്ലേ. He aspire to win. He aspire അല്ല അതില്ല. He aspires. He subject singular, verb singular കൊടുക്കൂ. Finally, she set of her solo trip. That is great. India needs to balance growth, aspiration with macroeconomic stability. Yes. Constitution is handwritten by Prem Bihari Narain Raizada. Da കേട്ടോ പറഞ്ഞു തരുന്ന കേട്ട് നമുക്ക് കേട്ട് പഠിക്കാനല്ലേ ഇട പറ്റുള്ളൂ. Our ancestors has taken up their good characters that live on today's people, that continue today's people whose journey is laudable. That is great. Aspirations and hopes make people different in their attitude. Great. We need positive role models for young women to aspire to. Of course. Anaga, good morning.
His immense aspiration to secure a government job set off his sleep. That's right. ആറ്റിങ്ങലാണോ വീട്? കൊള്ളതെ അതെ. നീ കൊള്ളാലോ, ആറ്റിങ്ങൽ നിന്റെ ഇതല്ലേ, കൊള്ളാം. ഷീ അസ്പയർസ് ടു ബിക്കം എ ടീച്ചർ. കേട്ടോ, എസ് ആ വ്ലോഗ്സ് ഷീ അസ്പയർസ് ബിക്കോസ് ഷീ സബ്ജക്റ്റ് സിംഗുലർ, വേർബ് അപ്പോൾ സിംഗുലർ കൊടുക്കണേ. അസ്പയർ കാറുണ്ട്. ആസ്പിറേഷൻ ടു സക്സീഡ് ഇൻ ലൈഫ്, ഡെഫിനറ്റ്ലി. ഹൃദ്യ, good morning. Her report got approbation from the directors of the company. പാർട്ടികൾ ആണെങ്കിൽ അല്ലേ പാവം. അടിപൊളി, പിടിച്ചോളൂ. നെക്സ്റ്റ് വേർഡ് ഇസ് an adjective. adjective നോക്കിയേ, stately. stately എന്ന വാക്കിന്റെ അർത്ഥം എന്താ? stately. പിള്ളേരെ 60 പിള്ളേരായി അടുത്ത് ലൈവ് വ്യൂവേഴ്സ് 60 പേരായി. പക്ഷെ ലൈക്ക് പോരാ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് പോരാ, 60 പേരോളം ഉണ്ട് ക്ലാസ്സിൽ. അപ്പൊ എന്തായാലും നിങ്ങൾ ലൈക്ക് ഇടുക ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ അല്ലേ. സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കാനല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ലവ് വൺ അനദർ ആൻഡ് ഹെൽപ്പ് വൺ അനദർ ആൻഡ് സപ്പോർട്ട് വൺ അനദർ. സ്റ്റേറ്റ്ലി എന്ന വാക്ക് നോക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നൗണിന്റെ കൂടെ ly ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജക്റ്റീവ് കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലേ. സ്റ്റേറ്റ് എന്നതിന്റെ കൂടെ ly ഇട്ടു. അപ്പൊ സ്റ്റേറ്റ്ലി, ദാറ്റ് മീൻസ് ഡിഗ്നിഫൈഡ്, മജസ്റ്റിക്, സെറിമോണിയസ് എന്നൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്ലി എന്ന ഇത് പറയും. ഇന്ന് പറയും സ്റ്റേറ്റ്ലി റെഡ് ഫോർട്ട്. നമ്മുടെ ഗ്രാൻഡ് റെഡ് ഫോർട്ടിന് മുമ്പ് വെച്ചിട്ട് എന്നൊക്കെ പറയും. സോ അടുത്ത പ്രസ്സിംഗ് ഇഷ്യൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ അർജന്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ് പ്രസ്സിംഗ് എന്ന വാക്കിന്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്. അടുത്ത സീം നൗണുണ്ട്, വേർബ് ഉണ്ട്. സീം എന്ന് പറഞ്ഞാൽ ഒരു ജോയിന്റ്, ജംഗ്ഷൻ അല്ലെങ്കിൽ ലെയർ എന്നൊക്കെ പറയും. അപ്പൊ സീം ചെയ്യുക എന്ന് പറഞ്ഞാൽ SEAM ആണ്. SEEM ആയിട്ട് ഇത് ചെയ്യരുത്, കൺഫ്യൂഷൻ അടിക്കരുത്. ഈ സീം. അപ്പോൾ കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ സീം അല്ലെ, ഈ സീമിന്റെ അർത്ഥം ഇതൊരു എന്താണ്, ഈ സീമിന്റെ അർത്ഥം ഇറ്റ്സ് എ സ്റ്റേറ്റ് വേർബ്, ദാറ്റ് മീൻസ് അപ്പിയർ. ഇങ്ങനെ തോന്നുന്നു, ഐ ഫീൽ ഇറ്റ് ലൈക്ക് ദിസ്, എനിക്ക് തോന്നുന്നു, അവനെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അല്ലെ. ഹി സീംസ് ജുഡീഷ്യസ്, അവനെ കണ്ടിട്ട് അവൻ നല്ല എന്താണ് ബോധം പൊക്കോണുള്ളവനായിട്ടൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. സീം ഒരു വേർബ് ആണ്, സ്റ്റേറ്റ് വേർബ് ആണ്, അപ്പിയർ എന്നാണ് അർത്ഥം. പക്ഷെ മറ്റേ സീം നോക്കി, ഡബിൾ സീം അല്ലാതെ SEAM സീമും തമ്മിൽ കൺഫ്യൂഷൻ അടിക്കരുത്. അതിന്റെ അർത്ഥം ജോയിൻ ചെയ്യിപ്പിക്കുക, കണക്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലാതെ ജോയിന്റ്, ജംഗ്ഷൻ, ലെയർ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓർത്തു വെച്ചുള്ള കേട്ടോ. യെസ് പിള്ളേരെ, യെസ്. ഗുഡ് മോർണിംഗ് ഹരി, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ SSC RRB നോട്ടിഫിക്കേഷൻ വന്നോ? SSCയുടെ വന്നില്ലല്ലോ അതിന്റെ. ഇല്ല. സൂം ഇല്ല. വരുമ്പോൾ ഞങ്ങൾ പറയട്ടെ, എന്തായാലും അറിയിക്കും കേട്ടോ. യെസ്, അതെ. Aspirations have been expressed by the students. That's great. I don't like to approbate his project. That is great. Moving on to next set, പിള്ളേരെ. He is a stately person in the community. Majestic person. Great. Stock take ചെയ്യുക പറഞ്ഞാൽ അസസ് ചെയ്യുക. സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയില്ല, അതിനെയാണ് സ്റ്റോക്ക് ടേക്ക് പറയുക. സ്റ്റോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ടേക്കിംഗ് എന്നൊരു നൗൺ ഉണ്ട് കേട്ടോ, ജെറൻ ഫോർമുലേഷൻ. സ്റ്റോക്ക് ടേക്ക് ചെയ്യുക മീൻസ് അസസ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക, കൗണ്ട് ചെയ്യുക, വാല്യൂ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഓർത്തോണം. അടുത്ത ഇൻസൈറ്റ്, ഇൻറ്റ്യൂഷൻ, പെർസെപ്ഷൻ, അവയർനെസ് അല്ലെ. ഇൻസൈറ്റ്സ് അത് പറയുന്നത് കേട്ടിട്ടില്ലേ. ഇൻറ്റ്യൂഷൻ നമ്മുടെ ഒരു നമ്മളിങ്ങനെ ഒരു തോന്നൽ, ഗട്ട് ഫീലിംഗ് പറയില്ലേ. പെർസെപ്ഷൻ നമ്മുടെ ചിന്താഗതി ഓർ അവയർനെസ് എന്നൊക്കെ പറയാം ഇൻസൈറ്റിന്. അടുത്ത എക്സ്പാൻസീവ് ഇസ് ആൻ അഡ്ജക്റ്റീവ്. എക്സ്പാൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, സ്വീപ്പിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള അല്ലെ, പുറത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പെടുന്ന, അങ്ങനെ എക്സ്പാൻസീവ് എന്ന് പറയാം കേട്ടോ, സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ. അടുത്ത പെർണീഷ്യസ് അഡ്ജക്റ്റീവ് ആണ്. ഒരുപാട് അഡ്ജക്റ്റീവ് ഉണ്ട് ഇന്ന് കേട്ടോ. ഇന്ന് ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. വി ഹാവ് ടു ലുക്ക് അറ്റ് ദാറ്റ്. പഠിച്ചതാണ്, റിവൈസ് ചെയ്ത് പോകാം. പെർണീഷ്യസ് ഹാംഫുൾ ആണ്, ഡാമേജിങ് ആണ്, ഡിസ്ട്രക്റ്റീവ് ആണ്. പെർണീഷ്യസ് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ഓർത്ത് വെച്ചോളും. നെഗറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, ഹാംഫുൾ, ഡാമേജിങ്, ഡിസ്ട്രക്റ്റീവ് എന്നർത്ഥം. അടുത്തത് ഡിസിസീവ് ആണ്. ഡിസിസീവ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്ന കാര്യം, അങ്ങനെയാണ് ഡിസിസീവ് എന്ന് പറയുക. സോ ഡിസിസീവ് ആക്ഷൻ, ഡിസൈഡിങ്, കൺക്ലൂസീവ് എന്നൊരർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഡിസിസീവിന് വേറെ അർത്ഥമുണ്ട്, റെസൊല്യൂട്ട് ആയിട്ടുള്ള, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, ഫേം ആയിട്ടുള്ള എന്നൊരർത്ഥമുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിസിസീവ് എസ് വെൽ. ഇതൊക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേ അഡ്ജക്റ്റീവ് ഉണ്ട് പഠിച്ചത് തന്നെ, ബട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ദ കമ്പനി pressurized him to take a probation from the program from police. For the program from the police, all right. He built a stately mansion in the city. Great. That is great. That's great. അപ്പോൾ നമുക്ക് എന്തായിരുന്നല്ലോ, ഓക്കെ, ലെറ്റ്സ് മൂവ്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോയില്ല. നിങ്ങൾ സെന്റൻസ് വേഗം നിന്നാൽ വേഗം പോയി, ഇല്ലെങ്കിൽ ഞാൻ സെന്റൻസ് ഇല്ലെങ്കിൽ ഞാൻ വേഗം അടുത്ത സെറ്റിലോട്ട് പോകും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ യുവർ സെന്റൻസസ്. നിങ്ങൾ വേഗം തരുവാണെങ്കിൽ സെറ്റാക്കാം. He stock-taked and gave approbation to the project. Okay, our freedom fighters have aspired freedom that was abrogated by Britishers. Yes, it seems to be that
Seen between these 2 points is pernicious in nature. That is great sentence. Pernicious acts is punishable under IPC. Yes, yes. Moving on. Dwellia, residia, livia, logia, stagia, sojournia. What do you mean by dwell? Jivika, residia. That's it. Dwell. Stagia എന്ന് പറയാം, ലോജിയ പറയാം, സജേർജിയ പറയാം, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് dwell എന്ന് വാക്ക്. Dwelling കേട്ടിട്ടില്ലേ? What is your dwelling എന്നൊക്കെ കേട്ടില്ലേ? So that's it. Abysmal poverty is a pressing problem in India since independence of India, of course. Try to be a teetotaler and protect your health from a pernicious condition. Teetotaler ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, മദ്യം തൊടാതിരിക്കണ്ട. മദ്യം തൊടുന്നതും തെറ്റൊന്നുമില്ല. ടീറ്റോട്ടലായിട്ട് വലിയ ഗുണമൊന്നുമില്ല. മദ്യം തൊടാം, മദ്യം ആൽക്കഹോളിക് ആകാം, ബട്ട് യു കെ നോട്ട് ബി ദറ്റ് അഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. കാസ്റ്റിസം ആൻഡ് കമ്മ്യൂണൽ എക്സ്ട്രീമിസം ഇസ് പെർണീഷ്യസ് ടു അവർ കൺട്രി. ആണോ എന്ന്? യെസ് ഇറ്റ് ഈസ്. BJP's ഇൻഫ്ലുവൻസ് ഇസ് സ്വീപ്പിംഗ് അക്രോസ് ഇന്ത്യ. ആണ്. അത് കുറേ നാളെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ കുറേ കാര്യങ്ങൾ. സോ ലെറ്റ്സ് മൂവ് ടു അനദർ വേർഡ്, ദാറ്റ് ഈസ് ലേസ്. ലേസ് അറിയാലോ, നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൂടുമ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ലേസ്, ഒരു അഡീഷണൽ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ നൗണായിട്ട് ലേസ് പറയും. ബട്ട് അതൊരിക്കലും ചോദിക്കത്തില്ല എക്സാം. സോ നമുക്കറിയേണ്ട ലേസ് എന്താ? വേർബ് ലേസ് എന്താന്നാണ്. സോ വേർബ് ലേസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റൻ ചെയ്യുക. അതായത് നമ്മൾ ഫാസ്റ്റൻ ചെയ്യുക, സീറ്റ് ബെൽറ്റ്സ് പറയില്ലേ, മുറുക്കുക, ദാറ്റ് ഇസ് ഫാസ്റ്റൻ. സോ ലേസ് മീൻസ് ഫാസ്റ്റൻ അല്ലെങ്കിൽ ടൈറ്റൻ എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ പറയാം എൻട്വൈൻ ചെയ്യുക, അതായത് കൂട്ടിക്കെട്ടുക പറയില്ലേ, എൻറ്റാങ്കിൾ ചെയ്യുക, ദാറ്റ് ഇസ് ലേസ് ചെയ്യുക. വേർബാണ്, ഓർത്ത് വെച്ചുള്ള. അടുത്ത അപ്പീൽ. നമ്മൾ ഒരു അപ്പീൽ പറയും, നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ, ഒരു എന്താ പറയുക, ഒരു അപ്പീൽ തോന്നുക പറയും. കൊള്ളാം എന്ന് തോന്നില്ലേ, ഓക്കെ ആണ്. അപ്പീൽ അതൊരർത്ഥമുണ്ട്. ഇറ്റ് ഹാസ് എൻ അപ്പീൽ എന്ന് പറയും. യുവർ സ്പീച്ച് ഹാസ് എൻ അപ്പീൽ, യുവർ വേർഡ്സ് ഹാസ് എൻ അപ്പീൽ, ഓർ യുവർ ലുക്സ് ഹാസ് എൻ അപ്പീൽ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. നിന്റെ മാനറിലൊരു അപ്പീൽ ഉണ്ട് എന്നൊക്കെ പറയും. നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന സംതിങ് ലൈക്ക് ദാറ്റ് എന്നൊരർത്ഥമുണ്ട്. അതല്ലാതെ അപ്പീൽ പോകുമെന്ന് പറയില്ലേ, കോർട്ടിൽ അപ്പീൽ പോകുക, റിക്വസ്റ്റ്, റീട്രയൽ, റീകൺസിഡറേഷൻ എന്നൊക്കെ നമ്മൾ പറയും അപ്പീലിനെ. വേർബായിട്ടും, സോറി അതിൽ ഞാൻ വേർബ് എഴുതാൻ വിട്ടുപോയി, ബട്ട് ഐ മേക്ക് ഇറ്റ് റൈറ്റ്. വേർബായിട്ട് നമ്മൾ അപ്പീൽ പറയേ. അവിടെ അപ്പീൽ പറയുമ്പോൾ ആസ്ക് ചെയ്യുക, പ്ലീഡ് ചെയ്യുക എന്നൊരർത്ഥം ഉണ്ട്, ഓർത്തോണം. അങ്ങനെ നമുക്ക് 2 അപ്പീലും ഓർത്തു വെക്കാം. അടുത്ത സ്കാൻഡി. സ്കാൻഡ് എന്ന് പറയില്ലേ, സെയിം സാധനം, അഡ്ജക്റ്റീവ് ആണ്. മീഗർ വളരെ കുറച്ച്, മിനിമൽ ആയിട്ടുള്ള, ലിമിറ്റഡ് അല്ലെങ്കിൽ സ്പാർസ്, അതാണ് സ്കാൻഡി എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. അടുത്ത വാക്ക് ഈസ് ബെഞ്ച് മാർക്ക്. എന്താണ് ബെഞ്ച് മാർക്ക്? ബെഞ്ച് മാർക്ക് എപ്പോഴും നമ്മൾ ഫിനാൻസ് ആർട്ടിക്കിൾ പറയില്ലേ ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റിനെ പറ്റി. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബേസിസ്, ഗേജ്, ക്രൈറ്റീരിയൻ എന്ന് പറയാം. ഗേജ് നൗണുമാണ്, വേർബും ആണ്. ബട്ട് ഇവിടെ ബെഞ്ച് മാർക്കിന് ഒരു ക്രൈറ്റീരിയൻ പറയില്ലേ. ക്രൈറ്റീരിയ അല്ല, ക്രൈറ്റീരിയൻ ആണ്. ക്രൈറ്റീരിയൻ സിംഗുലർ, ക്രൈറ്റീരിയ ഇസ് ഇറ്റ്സ് പ്ലൂറൽ. ഓർത്തോണത്. മനസ്സിലുണ്ടാവണേ. ക്രൈറ്റീരിയ എന്ന് പറയുന്നതിൻ്റെ പ്ലൂറലാണ്. അപ്പോൾ ക്രൈറ്റീരിയയുടെ കൂടെ പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. അതാ ഞാൻ പ്ലൂറലാണെന്ന് എടുത്ത് പറയണേ. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ലല്ലോ. പക്ഷേ ക്രൈറ്റീരിയൻ്റെ പ്ലൂറലാണ് ക്രൈറ്റീരിയ, അതുകൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, സോ ലെറ്റ് മീ റീഡ് യുവർ സെൻറ്റൻസസ്. We should have proper insights about our future. Yes, they sojourn in a village area. All right. Stock take എന്ന് പറയുമ്പോൾ മിസ്സേ ഇല്ല, സ്റ്റോക്ക് ടേക്ക് പറയില്ല. നന്ദന സ്റ്റോക്ക് ടുക്ക് പറയൂ. ടേക്കിന്റെ പാസ്റ്റൻസ് എന്താ? ടേക്കിന്റെ പാസ്റ്റൻസ് ടുക്ക് ആണ്. V3 ടേക്കൻ ആണ്. അപ്പൊ സ്റ്റോക്ക് ടേക്ക്, സ്റ്റോക്ക് ടുക്ക്, സ്റ്റോക്ക് ടേക്കൻ പറയാട്ടോ. ബട്ട് ടേക്ക്ഡ് പറയില്ല. അത് ശ്രദ്ധിച്ചോണം. പാസ്റ്റൻസിന്റെ ഇത് ഏത് വേർബാ നോക്കിയേ, ഏത് വേർബ്. ഇത് ഈ സ്റ്റോക്ക് ടേക്ക് എന്ന് പറഞ്ഞാൽ എന്നാ വേർബാ? സ്റ്റോക്ക് എടുക്കുക, സ്റ്റോക്ക് തിട്ടപ്പെടുത്തി എടുക്കുക അല്ലേ. അപ്പം സ്റ്റോക്ക് ഒരു നൗണും അതിൻ്റെ വേർബ് ഇട്ട് 2 വേർബ് കൂടി ചേർന്ന് ഇതിനൊരു കോമ്പൗണ്ട് വേർബ് എന്ന് പറയാം. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഉണ്ട്, കോമ്പൗണ്ട് വേർബ് ഉണ്ട്. കാരണം അത് 2 വേർഡുകൾ കൂടി ചേർന്ന് വരുമ്പോൾ അത് കോമ്പൗണ്ട് വേർഡായി. ആ കോമ്പൗണ്ട് വേർഡ് നൗണായിട്ട് ഉപയോഗിക്കുമെങ്കിൽ ഇറ്റ് ഈസ് കോമ്പൗണ്ട് നൗൺ, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമെങ്കിൽ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്, വേർബായിട്ട് ഉപയോഗിക്കുമെങ്കിൽ കോമ്പൗണ്ട് വേർബ്. സോ ഇതൊരു കോമ്പൗണ്ട് വേർബ്, അതിലെ മെയിൻ വേർഡ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ സെറ്റ് ആവും. ഓർക്കണേ. ഷി വെന്റ് ഓൺ ഡ്വെല്ലിംഗ് ഹിയർ ആസ് വി ആർ ഗസ്റ്റ് അല്ല, വി ആർ ഞങ്ങൾ ഗസ്റ്റുകളെ പോലെ. എസ് വേണം. ഓക്കെ, കാരണം വി ആർ അല്ലേ. ദെൻ ഡിഫോറസ്റ്റേഷൻ ഇസ് പെർണിഷ്യസ് one to the entire world. യാ ഹരി, നീ ഇന്ന് ഓൺ ഡ്യൂട്ടി അല്ലേടാ? അപ്പം ഒരു ദിവസത്തെ ലീവ് കഴിഞ്ഞപ്പോൾ നിനക്ക് തോന്നുന്നു മടി പിടിച്ചോ? എനിക്ക് ശരിക്കും മടി പിടിച്ചോ. ഇന്ന് എഡിറ്റോറിയൽ ചെയ്യാൻ രാത്രിയായപ്പം ന്യൂസ് പേപ്പർ വന്നെങ്കിലും പെട്ടെന്ന് ഞാൻ ഓർത്തു പ്ലാൻ ഇട്ട് ഇന്ന് രാവിലെ താമസിച്ച് എണീക്കാമെന്നേ. എന്നിട്ട് പക്ഷേ താമസിച്ച് കിടന്നിട്ടും നേരത്തെ എണീക്കണമെന്നൊരു സങ്കടത്തിലാണ് ഞാൻ കിടന്നത്. പക്ഷെ രാവിലെ ഇപ്പോൾ 7 മണി ഒരു ടൈം അപ്പോൾ ചാടി എണീറ്റു. എന്താണോ ലൈസൻസ് ടീറ്റോസ് നിന്നെ കൊണ്ട് തോറ്റല്ലോ. ദ കമ്പനി സ്റ്റോക്ക് ടേക്സ് at the end of the month. That's great. I dwell in Ernakulam district. That's great. No appeal of yours will work in his favor. That is great.
നോ അപ്പീൽ ഓഫ് യോഴ്സ് അല്ല, നോ അപ്പീൽ ഓഫ് യു, നിന്റെ ഒരു അപ്പീലും. ഒന്നെങ്കിൽ പറയാം യോർ അപ്പീൽ ഡസ് നോട്ട് വർക്ക് ഓർ വിൽ നോട്ട് വർക്ക് ഇൻ ഹിസ് ഫേവർ എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം എന്നറിയോ, ഓഫ് ഉണ്ടെങ്കിൽ ഓൾറെഡി പൊസഷൻ വന്നു, അപ്പൊ പിന്നെ യോസ് കൊടുക്കണ്ട, എന്ന് കൊടുക്കാം നോ അപ്പീൽ ഓഫ് യു, നിന്റെ ഒരു അപ്പീലും, അല്ലെങ്കിൽ യോ അപ്പീൽ എന്ന് കൊടുക്കണം. രണ്ട് രീതിയിൽ പറയാം കേട്ടോ, നന്ദന ഓർക്കാം. ദ സ്കാൻഡി സാലറി പെയ്ഡ് ടു ഹിം മേക്സ് ഹിം ഡിസ്സാറ്റിസ്ഫൈഡ്. ഗ്രേറ്റ്. ദ ലേസസ് ഗേവ് മോർ അപ്പീൽ ടു ദാറ്റ് ഫ്രോക്ക്. ഓക്കെ. ഇറ്റ് ഈസ് എ യൂസ്ലെസ് ഡ്വെല്ലിംഗ്. ഓൾ റൈറ്റ്. സംടൈംസ് ഐ വോണ്ട് ടു ഡ്വെൽ ഇൻ ഹില്ലി ഏരിയാസ്. മൗണ്ടൻസ് എ ഗുഡ് ടു, എന്താ പറയുക, മൗണ്ടൻസ് എ ഗുഡ് ടു റിസൈഡ് ഇൻ കേട്ടോ, ആണ് ആര്തി. നല്ല കാര്യം. ഇടയ്ക്കൊന്ന് പോയിട്ട് ഇടയ്ക്കൊന്ന് ട്രിപ്പൊക്കെ പോകും മൗണ്ടൻസിലോട്ടൊക്കെ, വിത്ത് യുവർ ഫ്രണ്ട്സ് ഫാമിലി പോവുക, നല്ലതാ. മൗണ്ടൻസ് എ റിയലി ഗുഡ് പ്ലേസ് ടു സ്റ്റേ. നമ്മൾ ലിറ്ററലി ഒരു മൗണ്ടൻ ഏരിയയിൽ വരുന്നവരാ ഞങ്ങൾ. പുൽപ്പള്ളിക്കാർക്ക് ഒരു മൗണ്ടൻ ഏരിയ ഉണ്ട്, നമ്മുടെ ഹില്ലി ഏരിയ ഉണ്ട്. അവിടുത്തെ ആ ഹില്ലി ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. She is laced into a toxic relationship. All right. The scanty vitamins in the body resulted in flaring up his health. Okay. Finally, his decisive statements told to audience. Told to audience പറയില്ല, told audience. Finally, his decisive statements told audience എന്ത് പറഞ്ഞു എന്നും കൂടെ കൊടുക്കണം. Told audience everything. അങ്ങനെ രീതിയിൽ കൊടുക്കാം കേട്ടോ ഷൈനി. ഓക്കെ, അത് കൊടുക്കാം. He stay took all the remaining products of his factory. Great. Okay. നേരത്തെ ഒരു സെന്റൻസിൽ കണ്ടിരുന്നു. അതാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തു. ലീവാണ്. നീ ലീവ് എടുത്തോടാ രജൻ. ഓക്കെ. വെറുതെ അല്ല മോൻ, ഇന്ന് ഫുൾ ഓൺ, ഇവിടെ ഫുൾ ഉണ്ട്. ഐ തോട്ട് യു വർ ഡ്രൈവിംഗ്, നീ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് നോട്ട് അല്ലേ, ലീവ് എടുത്തല്ലേ, കൊള്ളാം, ഒരു ലീവ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ. Appeal filed by the accused was rejected. All right. Dwell in European countries are much expensive. Dwell അല്ല, dwelling in European countries is much expensive. Dwelling എന്ന് കൊടുക്കണം, ജറണ്ട് കൊടുക്കുക. വേർബ് ആയിട്ട് ഒരിക്കലും സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ. വേർബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വേർബ് ആയിട്ട്. ഓക്കെ. അപ്പൊ ഡ്വെല്ലിംഗ് ഇൻ യൂറോപ്യൻ കൺട്രീസ് ഇസ്, അവിടെ ഈസും കൊടുക്കണം, കാരണം സബ്ജക്റ്റ് ജറണ്ട് ആയതുകൊണ്ട് വേർബ് സിംഗുലർ കൊടുക്കണം കേട്ടോ. ഓൺ ഡ്യൂട്ടി മടി പിടിച്ച് മാം, പിന്നെ മോർണിംഗ് തന്നെ ഇന്നലത്തെ ഹോംവർക്ക് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ചെയ്തു. അതിൽ എററുണ്ടോ മിസ്സേ? അതിൽ നീയും ചെയ്തു. ഞാൻ എന്നോട് പറയാൻ വേണ്ടിയിരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു പാർവതിയോട്. എവറി ഈച്ചും കണ്ടായിരുന്നോ? നീ എഴുതിയ സെന്റൻസ് നീ ഒന്ന് പോയി നോക്കിയേ. എവറി ഈച്ച് നിങ്ങൾ ഇട്ടേക്കുന്നതിൽ നിങ്ങൾ എവറി ഈച്ചിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും സിംഗുലറേ വരാവുള്ളൂ എന്നല്ലേ. പക്ഷെ ഇട്ടേക്കുന്ന സെന്റൻസ് ഒന്ന് പോയി നോക്കിയേ. അതിൽ രണ്ടുപേരുടെ ഞാൻ എസ്പെഷ്യലി നോട്ട് ചെയ്ത്. ഹരി ഇന്ന് രാവിലെ മോർണിംഗ് എനിക്ക് ഹരിയുടെ സെന്റൻസ് കണ്ടിട്ടാണ് ഞാൻ ചാടി എണീറ്റേ. മനസ്സിലായോ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എവറി ആസ്പെക്ട്സ് എന്നൊരു വാക്ക് കണ്ടു. ആൻഡ് പാർവതിയുടെ ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തു. കുറേ പേരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ രണ്ടെണ്ണങ്ങളെ ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്ത് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എവറിയുടെയും ഐദറിൻ്റെ കൂടെ ഈച്ചിൻ്റെയും കണ്ട് കൂടെ നിങ്ങൾ ഇട്ടേക്കണത് സിംഗുലറിന് പകരം പ്ലൂറൽ വേർബ് നൗൺ. സോ ദാറ്റ് സ്റ്റക്ക് മീ അലോട്ട്. അതിനെ ഭയങ്കര സ്ട്രക്ക് ആക്കി. ദാറ്റ്സ് ഇറ്റ്. ആണ് കേട്ടോ. പ്രശ്നമുണ്ട് അല്ലേ? പ്രശ്നമാണ്. ഷി അവൈൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ബൈ Adda247 and paid the way for achieving competitive exam which is considered benchmark. വെറും which considered അല്ല, കൺസിഡറിന്റെ കൂടെ കൊടുക്കുമ്പോൾ which അത് ആ ചെയ്ത സാധനം is considered a benchmark അങ്ങനെ കൊടുക്കണേ. which is considered a benchmark എന്ന് കൊടുക്കണേ. I likes ലിൻഡോ ഐയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ. ഐക്ക് ആകെ റിസർവ്ഡ് ആയിട്ടുള്ളത് ഐ വാസ്. ബിയുടെ വാസ് ഫോർമുലേഷൻ ഉണ്ട് പാസ്റ്റ് ടെൻസിലും, അതുപോലെ ഐയുടെ കൂടെ ആം എന്ന സിംഗുലറിലുള്ള ഉണ്ട്. വേറെ ബി ഫോർമുലേഷൻ ഒഴിച്ച് ബാക്കി എല്ലാം ഐ എന്ന് പറയുന്ന പ്ലൂറൽ ഉപയോഗിക്കുള്ളൂ. ഐ ലൈക്ക് ധ്യാൻ ശ്രീനിവാസൻസ് ഇന്റർവ്യൂസ്. ഓർമ്മപ്പെടുത്തല്ലേ അവനെ, എൻ്റെ പൊന്നെ, എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ കാര്യം പറഞ്ഞാൽ. ഒരു എന്താ പറയുക, ഒരു കിളി പോയ കേസ് എന്ന് ഞാൻ ആലോചിക്കും. ധ്യാൻ്റെ ഡി ക്യാപിറ്റൽ, ശ്രീനിവാസിൻ്റെ എസ് ക്യാപിറ്റൽ. മറക്കല്ലേ, ബിക്കോസ് ഇറ്റ്സ് നെയിം അല്ലേ, പ്രോപ്പർ നെയിം. ഇന്റർവ്യൂസ് ബിക്കോസ് ഹിസ് കോമഡീസ് are not out of benchmark. All right. Benchmark of the editorial session maintained by Rintu ma'am. Okay. Benchmark of editorial session is maintained by Rintu ma'am. The Rintu ma'am പറയില്ല. അയ്യോ the Rintu ma'am അല്ല, വെറും Rintu ma'am. ഇതാ കൊടുക്കല്, ഗ്രാമാറ്റിക്കലി തെറ്റാ. Benchmark of editorial session is maintained. കേട്ടോ, അത് പാസീവിൽ കൊടുക്കണേ. ബൈ കൊടുത്തുള്ളതുകൊണ്ട് ഏജന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ബൈ Rintu ma'am എന്നുള്ളതുകൊണ്ട് is maintained കൊടുക്കണേ. ഓക്കെ. യാ. Once foreigners had laced Indians right, but nowadays our grateful nation gave the appealed power to state on stately manner. All right. Yes. Mashiga, good morning. Human wants are unlimited, but the resources to satisfy them are scanty. Yes. My dream to dwell in a cute home near seashore. My dream is, avada verb avada Parvati, verb is missing. That means the heart of the sentence is missing. My dream is to dwell in a cute home near seashore. Kollalo agram. Exam is on the next door. On the next door parayudhu ingane parayanam. In the next door.
somebody is in the door, sorry, at the next door, at the എങ്ങനെ പറഞ്ഞു, somebody is at the door പറയും. പക്ഷെ അവിടെയും തെറ്റാണ്. അതിന് ഒരു ഇഡിയം ഉപയോഗിക്കാം. Exam is just round the corner. Exam is just round the corner, so it is a time to lace your schedule. കേട്ടോ, exam is just round the corner. അതൊരു ഫ്രേസ് ആണ്. ഓർത്തോ, ആ സെൻറ്റൻസ് നല്ലൊരു സെൻറ്റൻസ്. എവറി ആസ്പെക്ട്സ് കറക്റ്റ് അല്ലേ? അല്ല എവറി ആസ്പെക്ട് വേണം. എടാ ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നിന്നെയൊക്കെ ഞാൻ ഇത്ര കാലം ഇത്ര വർഷം വെറുതെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എവറിയുടെ കൂടെ, ഈച്ചിൻ്റെ കൂടെ, ഐദറിൻ്റെ കൂടെ, നൈദറിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? എടാ എവറി എന്ന് പറഞ്ഞാൽ ഓരോന്നും എന്നാ, ഈച്ചിൻ്റെ കൂടെ ഓരോന്നും എന്നാ. ഐദറിൻ്റെ അടുത്ത് എന്താ? 2-ൽ 1 എന്നാ. നൈദറിൻ്റെ അടുത്ത് എന്താ? 0 out of 2, 2-ൽ 2ഉമില്ല എന്നാ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവ എല്ലാം ഉപയോഗിക്കുമ്പോൾ സിംഗുലർ നൗൺ ഉപയോഗിക്കണമെന്ന്, ഓരോന്നിന്നല്ല അർത്ഥം. പിന്നെ അതിൻ്റെ കൂടെ ഒബ്വിയസ്ലി സിംഗുലർ വേർബും കൊടുക്കണം. ഓക്കെ അല്ലേ? യെസ്. ഓ മൈ ഗോഡ്, ആസ്പെക്ട്സ് എങ്ങനെയാടാ സിംഗുലർ ആവും? ആസ്പെക്ട് അല്ലേടാ സിംഗുലർ നൗണ്. വേണം എവറി കഴിഞ്ഞിട്ട് സിംഗുലർ നൗൺ കൊടുക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവറി പേഴ്സൺ ഇൻ മൈ എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി or editorial session is important to me. Every person, every student in my editorial session is important to me. I cannot say every students in my editorial community. That is wrong. കേട്ടോ, don't put the pedal on metal before confirming the passengers before confirming that the passengers laid the seat belt എന്ന് കൊടുക്കണം കേട്ടോ. യാ, അല്ലെങ്കിൽ ബിഫോർ ദ പാസഞ്ചേഴ്സിന്റെ ലേസിംഗ് ദ സീറ്റ് ബെൽറ്റ് എന്ന് കൊടുത്തോളാം നീ. അത് നമുക്ക് കുറച്ചുകൂടി സെറ്റ് ആവും, എളുപ്പം കൊടുക്കാം. ജെറണ്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസിന്റെ ഷോർട്ട് ലെങ്ത് കുറയ്ക്കാലോ, അങ്ങനെ കൊടുക്കാം. ബെഞ്ച് മാർക്ക് ഡിസിഷൻസ് ലേസ്ഡ് വിത്ത് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺസ്. ഗ്രേറ്റ്, വെൽക്കം ടു എവറി ഗ്രൂപ്പ്. അത് തന്നെ, പിന്നല്ലേ ഇപ്പൊ അവനൂടെയായി അല്ലേ, ഒരാളും കൂടിയായി. അപ്പം ഈസി ഇംഗ്ലീഷ് ബാച്ച് തുടങ്ങിയാൽ മറക്കണ്ട. ഇതൊക്കെ നിനക്ക് അറിയാലോ, നമുക്ക് ഒരുപാട് പേരുണ്ട്. ബേസിക്സ് കവർ ചെയ്തേ പോകാവുള്ളൂ. സോ നമുക്ക് ബേസിക്സ് കവർ ചെയ്യാൻ ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് കവർ ചെയ്യാൻ ഈസി ഇംഗ്ലീഷ് ബാച്ച് ഉണ്ട് കേട്ടോ. എന്താണ് അതുപോലെ തന്നെ ബേസിക് കവർ ചെയ്യാൻ ഈസി ഇംഗ്ലീഷ് ബാച്ച് ഉണ്ട്. ആൻഡ് എല്ലാ PSC എക്സാമിനും ബേസിക് കവർ ചെയ്ത് പോയിട്ട്, PSC മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞ വളരെ ബേസിക് ലെവലിൽ നിന്നാണ് പോകുന്നത് ഇപ്പം നമ്മുടെ ക്ലാസ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 870 രൂപയാണ് കോഴ്സ് ഫീ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലാസ് എടുക്കുന്നത് 40 hours സെഷനാണ്. ആൻഡ് ഒരുപോലെ നിങ്ങൾക്ക് അറിയാം 4 o'clock-നുണ്ട്, 12-നുണ്ട്. എല്ലാ ദിവസവും ഒന്നും 4 o'clock 12-ന് ഇല്ല എന്നുള്ളതാണ്. ഓഗസ്റ്റ് 4-ാം തീയതി ക്ലാസ് തുടങ്ങി. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ. ലൈവും റെക്കോർഡും, കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡും അവൈലബിൾ ആണ്. അതുപോലെ ലൈവ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഡിഗ്രി പ്രിലിംസിന്റെ ക്ലാസ്സുകൾ ബാച്ച് 4 ആരംഭിച്ചിട്ടുണ്ട്. 2530 രൂപയാണ് കോഴ്സ് ഫീ. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. നിങ്ങൾക്ക് കൂപ്പൺ കോഡ് ഉപയോഗിക്കാം Y314. അപ്പോൾ ഈ എമൗണ്ട് കിട്ടും. Y314 കോഡ് ഉപയോഗിക്കുക. ഡിഗ്രി പ്രിലിംസ് 4th ബാച്ചിൽ കൊടുക്കുക. ഒരുപാട് പഠിക്കാനുണ്ട്. എക്സാം ഒക്ടോബറിലാണ്, യു നോ ദാറ്റ് അല്ലേ. അപ്പോഴേക്കും നമുക്ക് സെറ്റ് ആക്കണം, ജിലായിട്ട് പോകണ്ടേ. അപ്പോൾ മൂവിംഗ് ഓൺ പിള്ളേരെ, അടുത്ത വാക്ക് ഈസ് എൻ അഡ്ജക്റ്റീവ് ദാറ്റ് ഈസ് ഇക്വിറ്റബിൾ. എന്താണ് ഇക്വിറ്റബിൾ? ഇക്വിറ്റബിൾ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇക്വാലിറ്റി, ഈക്വലും ഇക്വിറ്റബിളും രണ്ടാണ് അല്ലെ. ഈക്വൽ എല്ലാവർക്കും ഒരേപോലെ. എൻ്റെ കയ്യിൽ 100 രൂപ, എൻ്റെ മുമ്പിൽ 10 പേര്, ഞാൻ എല്ലാവർക്കും 10 രൂപ വെച്ച് കൊടുത്താൽ ഐ ആം ഡൂയിങ് തിങ്സ് ഇൻ എൻ ഈക്വൽ മാനർ ആണല്ലോ. ഐ എം ട്രീറ്റിംഗ് ദം ഈക്വൽ. ബട്ട് എൻ്റെ മുമ്പിൽ 10 പേര്, എൻ്റെ കയ്യിൽ 100 രൂപ. ആളെ അറിഞ്ഞ് പാത്രം അറിഞ്ഞ് ഞാൻ വിളമ്പുവാണ്. 9 രൂപയുള്ളവന് 1ഉം 8 രൂപയുള്ളവന് 2ഉം അങ്ങനെ ഞാൻ കൊടുത്ത് പൈസ സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ ഐ എം ഡൂയിങ് an equitable deed, equitable job that is fair, just, impartial, unbiased. അതാണ് equitable എന്ന് പറയും. That's what it is. ഓക്കെ, അടുത്തത് എക്സ്ട്രീമിസം. ഇന്ന് ഒരുപാട് വാക്കുകൾ സൽമാൻ റുഷ്ദിയുടെ ആർട്ടിക്കിൾ ഇവിടെ മുതൽ വന്നേക്കുന്നതൊക്കെ സൽമാൻ റുഷ്ദിയുടെ ആർട്ടിക്കിളാണ്. അതിൻ്റെ അകത്ത് മൊത്തം കൊടുത്തേക്കുന്നത് ഈ പറഞ്ഞ അഡ്ജക്റ്റീവോടൊരു കളിയാണ്. സോ എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഫെനാറ്റിസമാണ്. ഒരു കാര്യത്തിനോട് എന്താ പറയുക, അതിപ്രസരം പറയില്ല. നമ്മുടെ ഒരു ബിലീഫ്, നമ്മുടെ ഒരു കാര്യത്തോട്, പൊളിറ്റിക്കൽ ഐഡിയോളജിയോടാണ് കേട്ടോ. അതിനെയാണ് എക്സ്ട്രീമിസം എന്ന് പറയുന്നത്. റിലീജിയസിനേക്കാളും എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസിനോടുള്ള ഒരു കടുംപിടുത്തം ഉണ്ടല്ലോ, ഒബ്സ്റ്റിനസി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുക എക്സ്ട്രീമിസം എന്ന് പറയുക. ഫാനറ്റിസിസം ഓർ സെലട്രി ഓർ ബൈഗോട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒബ്സ്റ്റിനേറ്റ് ഒരു കാര്യം. എനിക്ക് ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിലുണ്ട് ഞാൻ ബിഹേവ് ചെയ്യുന്ന, ഞാൻ ഉള്ള ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിലോട് എനിക്ക് ഒരു ചിന്താഗതി ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എൻ ഒബ്സ്റ്റിനേറ്റ് ചിന്താഗതി. ആര് വന്നാലും ഞാൻ തിരുത്തില്ലടാ എന്ന് പറയില്ലേ. അതായത് ഞാൻ പിടിച്ച മൊയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതിനാണ് ബൈഗോട്രി പറയാം. സെയിം സാധനമാണ് ഇതിനൊക്കെ. ബൈഗോട്രി എന്ന് വന്നിട്ടുണ്ട്, എക്സ്ട്രീമിസം വന്നിട്ടുണ്ട്, എല്ലാ വാക്കുകളും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് സെപ്പറേറ്റ് എഴുതാത്തത്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രീമിസം എന്ന വാക്ക് കാണുമ്പോൾ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ലുക്ക് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. അടുത്ത് ബേണിഷ് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതല്ലേ ബേണിഷ്. പോളിഷ് ചെയ്യുക, ബ്രൈറ്റൻ ചെയ്യുക, ഷൈൻ ചെയ്യുക, ഗ്ലേസ്, ഒന്ന് തിളക്കുക അല്ലെ, തിളക്കിപ്പിക്കുക. ഇതിനെയാണ് കേട്ടോ.
ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പം നിങ്ങളുടെ സെൻറ്റൻസിലോട്ട് വരട്ടെ. Excessive usage of alcohol is pernicious to health. All right. Health is a benchmark to our life. That's great. Dwelling place must be a cool and calm place. That's great. Seam of collective acceptance is pressing that allow us to dwell and to lack of lace in scanty benchmark. എന്നാണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായല്ലോ. Seam joint of collective acceptance is pressing that allowing us to dwell. That is allowing us to dwell and lacking. That is allowing us to dwell and to lack. എന്ത് ലാക്ക് ചെയ്യാനാ? ടു ലാക്ക് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ടു ലാക്ക് ഓഫ് ജോയിന്റ് ഇൻ സ്കാൻഡി ബെഞ്ച്മാർക്ക്. അപ്പോഴും മീനിങ് കോണ്ടെക്സ്റ്റുവലി ശരിയായില്ലല്ലോടാ. നീ അത് ആസ്പെക്ട് വേർബാന്നാണ് ഒഴിച്ചത്. പണി പാടി. Equitable distribution of resources is need of a healthy society. Yes, it is. Indeed it is. അപ്പോൾ സംഭവം സെറ്റായല്ലോ. അതാണ്. അടുത്ത് നോക്കിയേ, ഡിസെൻഡ് എന്ന വാക്ക്. ഈ ഡിസെൻഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ അസെൻഡിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കേട്ടോ. അസെൻഡ് അഗ്രിമെന്റ് ആണെങ്കിൽ ഡിസെൻഡ് ഡിസഗ്രിമെന്റ് ആണ്. ഇത് രണ്ടും വന്നിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും വന്നിട്ടില്ലേ? നോക്കി പിള്ളേരെ, ഡിസെൻഡ് ഇസ് എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് അസെൻഡ്. ഇന്ന് കണ്ടില്ലേ? അസെൻഡ് ASSENT. ഈ അസെൻഡിന്റെ ഓപ്പോസിറ്റ് ആണ്, ആന്റണിം ആണ് ഡിസെന്റ്. സോ ഇവിടെ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഈ ഡിസെന്റ് ഇസ് എ നൗൺ ആണ്. മീനിങ് എന്താ? ഡിസഗ്രിമെന്റ്, ആർഗ്യുമെന്റ്, ഡിസ്പ്യൂട്ട് എന്നൊക്കെ. അപ്പൊ നമ്മുടെ മുമ്പിൽ വേറൊരു ഡിസെന്റ് വരും, DESENT. ഇതും ഡിസെന്റ് തന്നെയാണ്. സോ ഡിസെന്റ്, ഈ ഡിസെന്റ് ഈസ് നൗണ് തന്നെ. നൗണ് തന്നെ രണ്ടർത്ഥം ഉണ്ട്. എന്താ? ക്ലൈംബിംഗ് ഡൗൺ, താഴോട്ടുള്ള ഇറക്കം അല്ലേ? ഇറങ്ങി വരുന്നത് തന്നെ നമുക്ക് എന്താ പറയുക? ക്ലൈംബിംഗ് ഡൗൺ എന്ന് പറയാം അല്ലേ? അതിന് നമ്മൾ പറയും ഒന്ന്. രണ്ടാമത്തെ മീനിങ് നമ്മുടെ ലീനിയേജ് അല്ലെ, നമ്മുടെ തായ്വേര് എവിടെയാന്ന് ചോദിക്കില്ലേ? ഹീസ് എ ഡിസെന്റ് ഓഫ് ഇന്നതെന്ന് പറയില്ലേ? എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഡിസെന്റ്, രണ്ട് ഡിസെന്റ് അർത്ഥമുണ്ട്. പിന്നെ ഒരു ഡീസെന്റ് ഉണ്ട്, അത് മാറിപ്പോയത്. ഡീസെന്റ് ജെന്റിൽ എന്നുള്ള അർത്ഥം ഡീസെന്റ് ഒക്കെ പറയില്ല, അത് ഓർത്തു. പക്ഷെ ഇവിടെ ഡിസെന്റ് ഓർത്ത് വെച്ചുള്ള ടി ആണ്. സോ അതൊരിക്കലും നൗൺ ഫോർമുലേഷൻ ആണ് എന്ന് ഓർത്ത് വെച്ചോളാം. ടി ആണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും പറയും, ടി വന്നാൽ അല്ലെ, അസെന്റിന്റെ ഡി വന്നാൽ അല്ലും, അതുപോലെ അസെന്റ്, ഈ അസെന്റ് അല്ല കേട്ടോ, ഈ അസെന്റ് ഡി വന്നാൽ അതിൻ്റെ വേർബായി. ഈ ഡിസെന്റിന്റെ ഡി വന്നാൽ, ഈ ഡിസെന്റിന്റെ ഡി വന്നാൽ അത് വേർബായി. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇതിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു വെച്ചോളാം. അടുത്ത ഡിസ്പെൻസേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഡിസ്പെൻസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്പെൻസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നൗൺ ഫോർമുലേഷൻ ഡിസ്പെൻസേഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയില്ലേ, ആ സാധനമാണ്. അതിൻ്റെ ഡിസ്പെൻസ് എന്ന വേർബിന്റെ നൗൺ ഫോർമുലേഷൻ ഇസ് ഡിസ്പെൻസേഷൻ. ഡിസ്ട്രിബ്യൂട്ട്, ഹാൻഡ് ഔട്ട്, അല്ലെങ്കിൽ വേറൊരിടത്തു ഡിസ്പെൻസറുണ്ട്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഹാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമില്ലേ? അല്ലാതെ വേവ് ചെയ്യുക, ഒമിറ്റ് ചെയ്യുക, ഗെറ്റ് റിഡ് ഓഫ് സംതിങ് എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്പെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്പെൻസ് ചെയ്യുക, ലെറ്റ്സ് ഡിസ്പെൻസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് റിഡ് ഓഫ് സംതിങ്, ഒരു കാര്യം ഒഴിവാക്കുക. വേവ്, WAIVE വേവ് ആണ്. ഓർ ഒമിറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ ഉണ്ട്. ലെറ്റ് മീ സീ ദാറ്റ്. അടുത്ത് നോക്കട്ടെ. My mother is equitable and didn't cherry pick males over females. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഷമ്മാസ് ഇന്നാൾ അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞല്ലേ, അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നല്ലേ, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞ ഓർമ്മയില്ല. ഐ റിമെമ്പർ. ഐ എം ഹാപ്പി ഫോർ യു ഷമ്മാസ്. അത് കൊള്ളാം. Suppressing voice of dissent is detrimental to our democracy. Yeah. Their battle for justice ended in an equitable verdict. കേട്ടോ, an equitable verdict. കാരണം equitable ആണ് അവിടുത്തെ തൊട്ടുമുമ്പുള്ള adjective. ആ adjective അനുസരിച്ച് വേണം നമ്മൾ കോൺസണന്റ് ആണോ വവൽ സൗണ്ട് അനുസരിച്ച് ആർട്ടിക്കിൾ കൊടുക്കണം. അപ്പോൾ എന്ത് കൊടുക്കണം? ഇറ്റ്സ് ഈക്വിറ്റബിൾ. ഈ സൗണ്ട് ആണ് an equitable കൊടുക്കണം. എന്നൊക്കെ റിലീജിയസ് ഫെനറ്റിസിസം ഡിസ്റ്റർബ്സ് ദി ആക്റ്റീവ് സോഷ്യൽ ലൈഫ്. Fanaticism is a singular noun, abstract noun ആണ്, singular noun ആണ്. അപ്പോൾ disturbs എന്ന verb കൊടുക്കണം, singular verb കൊടുക്കുക കേട്ടോ. അതുല്യ, we must need a society without religion and caste. Then only each one in society will be treated equitably. Yes, അത് സത്യമാണ് കേട്ടോ. യെസ്. ആർദി കോഗ്നിറ്റീവ് സ്മോക്ക് തിയറി. കോഗ്നിറ്റീവ് തോട്ട്സ് കൊള്ളാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യം. കോഗ്നിറ്റീവ് തോട്ട്സിന്റെ പേരെന്താ? What? Rintu ma'am's editorial session went on burnishing our knowledge in English. Yeah, that is great. He burnishes shoes today. Our constitution says every Indian citizen is treated before law equitably. Yes. All right. Cognitive thoughts. There is nothing wrong in her saying
അവൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. റിലീജിയൻ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആരതിയെ പോലെ ഒരാൾ റിലീജിയൻ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നത്? ബിക്കോസ് റിലീജിയൻ ഒരുപാട് ഓൾറെഡി പ്രശ്നങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ റിലീജിയൻ കാസ്റ്റിനും പറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് സോ സിംപ്ലി എവിഡന്റ് ഇൻ ആ സൊസൈറ്റി. അപ്പോൾ അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ബട്ട് ഉണ്ടെങ്കിൽ അതിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ത് കാര്യം നമുക്കുണ്ടെങ്കിലും അത് മര്യാദയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളതുണ്ട്. അത് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലാത്തിടവും കാലം അത് വർത്ത്ലെസ് ആണ്. ദാറ്റ്സ് മീനിങ്ലെസ്, പ്യൂർലി മീനിങ്ലെസ്. I believe in that idea. We can burnish a session with meaningful sentence. Of course you can. The burnished rings are equitable in price. That is great. I usually avoid talks with my friends about their beliefs regard to extremism. Beliefs regarding with regard to extremism. With regard to അല്ലെങ്കിൽ regarding എക്സ്ട്രീമിസം എന്ന് കൊടുക്കണം. ഫ്രേസ് ആണെങ്കിൽ ഫ്രേസ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം കേട്ടോ. പാർവതി ശ്രദ്ധിക്കണേ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ മെയിൻ ക്വാളിറ്റി ഓഫ് മൈ മദർ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ദേ വേവ്ഡ് സ്വീറ്റ്സ് ടു എവ്രി വൺ ബിക്കോസ് ഇറ്റ് വാസ് ഇൻഡിപെൻഡൻസ്. വേവ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് നല്ല അർത്ഥം. അതാ പറഞ്ഞത്, ഡിസ്പെൻസിന്റെ ഒരർത്ഥം ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് ഹാൻഡ് ഔട്ട് ആണ്. അത് കഴിഞ്ഞാൽ ഞാൻ സെമിക്കോളൻ ഇട്ടുണ്ട്. അടുത്ത മീനിങ് ഇസ് നെഗറ്റീവ്. ഗെറ്റ് റിഡ് ഓഫ് ഒഴിവാക്കുക, അതാണ് വേവ്. ഒഴിവാക്കിയെന്നാണോ? They waved streets അല്ല, they distributed അല്ല. അപ്പോൾ they dispensed sweets to everyone കൊടുക്കണം. അഭിനയ കാര്യം ഡിസ്പെൻസിന് രണ്ട് മീനിങ്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, രണ്ടാമത് ഗെറ്റ് റിഡ് ഓഫ് ചെയ്യുക, വേവ് ചെയ്യുക, ഒഴിവാക്കുക കേട്ടോ. I guess that is clear ഇപ്പോൾ. Having bolstered equity, Gandhi was dwelling to burnish poor people's misery. Yeah. എനിക്ക് തോന്നിയ ഒരു സെന്റൻസ് ഇട്ടെന്നേ ഉള്ളൂ. ഹേർട്ട് ആയെങ്കിൽ സോറി. നോ ഡോണ്ട് ബി. നമ്മുടെ ഓരോ ഐഡിയോളജി എഡിറ്റോറിയൽ സെഷനിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുന്നു. ആൻഡ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. നിങ്ങളുടെ എന്ത് രീതിയിലും നിങ്ങൾക്ക് തോട്ട്സ് ഷെയർ ചെയ്യാം. യു ആർ ഓൾവേസ് ഓപ്പൺ. സെൻസിറ്റീവ് ഇഷ്യൂസ് ഇവിടെ ഡിസ്കസ് ചെയ്യാം, നോ പ്രോബ്ലം. അതിലൊരു പ്രോബ്ലം ഇല്ല. ആൻഡ് ഡോണ്ട് ബി സോറി ഫോർ വാട്ട് യു സേ. നോ, don't say that. King Porus descends, surrender to Alexander the Great. Okay, King Porus descends, plural alle, disagreements, surrender to. Okay, that's great. I believe that a truly equitable society is going on. Okay, that is great. Dissent between husband and wife trouble their children badly. Of course. Ardi just framed a sentence. He is dispensing illegal drugs nowadays. Okay, equitable distribution of assets is done by the court while deciding a case. With regarding to ഇല്ല, അല്ലല്ല പാർവതി, ഒന്നുകിൽ with regard to അല്ലെങ്കിൽ regarding, വെറും regarding, അതാ പറഞ്ഞു. You should never dissent with your parents. All right. Okay. ആ ഡിസെന്റ് എന്താ അർത്ഥം? ക്ലൈം ഡൗൺ ചെയ്യുക കേട്ടോ. ഡിസഗ്രി അല്ല. ഡിസഗ്രി ചെയ്യുന്നതിന് ഡിസെന്റിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. അത് ഈ ഡിസെന്റ് അല്ല. DISSENT. ഓക്കെ, DISSENT കേട്ടോ, മനസ്സിലായോ? അത് ഡിസെന്റ്. ഓക്കെ, ഒരു സെക്കൻഡ്. ആ ഡിസെന്റിന്റെ ഒരു ഡൗട്ട് ഉണ്ടേ. ആ ഡിസെന്റിന് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും ടി തന്നെയാണ് പറയുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഡിസഗ്രി ചെയ്തു എന്നുള്ളതിന് നോക്കട്ടെ. വേർബ് ആയിട്ടും ഡിസെന്റ് തന്നെ. ഇത് നൗണും വേർബും ആണേ, വേർബ് കൂടിയാണ് ഈ ഡിസെന്റിന്. അസെന്റിനാണ് വേർബ് കൂടിയാണ്. അസെന്റിന് ലെറ്റ് മീ ചെക്ക് വൺസ് അഗൈൻ, അതൊന്ന് ക്ലിയർ ആക്കി തരാം. അസെന്റിനും ഇത് രണ്ടും നൗണും വേർബും ആണേ. അസെന്റും ഡിസെന്റും നൗണും വേർബാണ്. ഈ ഡിസെന്റ് ആൻഡ് അസെന്റിലെ കയറ്റമാൻ ഇറക്കും, അതാണ് നൗണും വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ TD വ്യത്യാസമുള്ള. ഇവിടെ എഗ്രിമെന്റ് ആൻഡ് ഡിസഗ്രിമെന്റിൽ അഗ്രി ചെയ്യുക ഡിസഗ്രി ചെയ്യുക പറയുന്നതും T വെച്ചിട്ട് തന്നെ, അതിന് മാറ്റമില്ല. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇപ്പം നൗണായിട്ട് വേർബായിട്ട് ഞാനത് വേർബ് ഇട്ട് തന്നേക്കാം നോട്ട് തരുമ്പോൾ കേട്ടോ. അടുത്തോട്ട് പോട്ടെ. അക്യൂട്ട്ലി. വാട്ട് യു മീൻ ബൈ അക്യൂട്ട്ലി? അക്യൂട്ട്ലി മീൻസ് എക്സ്ട്രീംലി, അഡ്വേർബ് അല്ലേ. എക്സീഡിംഗ്ലി, വെരി, മാർക്കറ്റഡ്ലി, അതാണ് നമ്മുടെ എന്താ പറയുക അക്യൂട്ട്ലി എന്ന വാക്കിൻ്റെ അടുത്ത് ഓർത്ത് വെച്ചോണം. അടുത്ത് നോക്കിയേ, അക്യൂട്ട്ലി എന്ന വാക്ക് കേട്ടോ. അടുത്ത് ഹ്യൂബ്രിസ്. വാട്ട് യു മീൻ ബൈ ഹ്യൂബ്രിസ്? ഹ്യൂബ്രിസ് മീൻസ് അറഗൻസ്, കൺസീറ്റ്, ഹോട്ട്നെസ്, വാനിറ്റി. വല്ലാത്ത നമുക്കൊരു അറഗൻസ്, നമുക്ക് നമ്മളോട് തന്നെ വളരെ എക്സ്ട്രീം പ്രൈഡ് ഇല്ലേ പിള്ളേരെ, എക്സ്ട്രീം പ്രൈഡ്, അത് നമ്മൾ പറയുന്നത് ഹ്യൂബ്രിസ് കേട്ടോ. ഓർത്തോടെ പുതിയ വേർഡാണ് നമ്മളിത് പഠിക്കുന്നത്. ഹ്യൂബ്രിസ് മീൻസ് എക്സ്ട്രീം പ്രൈഡ്. അനാവശ്യമായിട്ട് നമുക്ക് തലക്കനം എന്ന് പറയില്ലേ, അതിനെയാണ് അറഗൻസ്, കൺസീറ്റ്, അല്ലെങ്കിൽ ഹോട്ട്നെസ്, അല്ലെങ്കിൽ വാനിറ്റി, അതിനെയാണ് പറയുന്നത് ഹ്യൂബ്രിസ്. പിന്നെ എന്താ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്, ഇന്ന് കർക്കിടകം അവസാനിക്കുക, അതറിയാലോ. നാളെ ചിങ്ങം 1 കേട്ടോ. നാളെ നമ്മുടെ മലയാള മാസം 1-ാം തീയതിയാണ്. ഇന്ന് കർക്കിടകം അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മഴയൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നില്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ കുറഞ്ഞില്ലേ? ഇവിടെ 2 ദിവസമായിട്ട് നല്ല വെയിലാണ്. ഞാൻ പുറത്തൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ. ആൻഡ് വെയിലടിച്ചിട്ട് ഇപ്പോൾ കാലാവസ്ഥ മാറി, എൻ്റെ സൗണ്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും പണി കിട്ടുമെന്ന് തോന്നുന്നത്. എന്നാൽ പോലും ഞാൻ പറയായിരുന്നു, പെട്ടെന്ന് കർക്കിടകത്തെ പറ്റി ഓർത്തു. കർക്കിടകം കഴിയാൻ പോവാണല്ലോ എന്നോർത്തു. ചിങ്ങമാസം 1-ാം തീയതി നാളെ. അപ്പോൾ 1-ാം തീയതിയാണ്, മറക്കണ്ട കേട്ടോ. നമ്മൾ 1-ാം തീയതിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിങ്ങമാസം 1-ാം തീയതിയൊക്കെ. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഓണം വരാറായി പിള്ളേരെ, നമ്മുടെ കുറേ കാര്യങ്ങൾ കേട്ടോ.
അപ്പോൾ ഈ ഡിസെന്റ് മഷിക ഞാൻ പറഞ്ഞ ഡിസെന്റ് എന്താണെന്ന് മനസ്സിലായോ? DEDISSENT എന്ന് കൊടുക്കണം കേട്ടോ. യു ഷുഡ് നെവർ ഡിസെന്റ് വിത്ത് യുവർ പേരൻസ്. അത് ഡിസഗ്രി വിത്ത് യുവർ പേരൻസ്. അത് കോമ്പറ്റീവ് എക്സാം ആസ്പിറൻസ് ഷുഡ് ബേണിഷ് ദർ knowledge constant. Yeah, Rintu ma'am's editorial sessions are burnished with my vocabulary. That is great. Thank you, Shiny. The company dispensed the incentive to their employees at the year end. That's great. Rajan murder case is purely out of dissent between the political parties. Great. Allow plus objective plus infinitive gather ചെയ്തുള്ള activities urgent ആണ്. അത് പല കുറച്ച് അതിൻ്റെ ലിമിറ്റിനെ സാധാരണ ആക്കുന്നതൊന്നും മീനിങ് ഫുൾ അല്ല. പ്ലസ് ഒബ്ജക്ട് പ്ലസ് ഇൻഫിനിറ്റീവ്. എനിക്കത് ക്ലിയർ ആയില്ല ഗുരുദാസ്. നീ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോ. വിൽ ഡിസ്കസ് ഇറ്റ്. എനിക്കത് ക്ലിയർ ആയില്ല, ഇപ്പോൾ സമയം പോകുമായിരിക്കും ഇത് വായിച്ചാൽ. അതുകൊണ്ടാണ് നീ ഒന്ന് എനിക്കത് പേഴ്സണൽ മെസ്സേജ് അയക്കോ. വിൽ ടോക്ക്. ഓക്കെ. പ്രസന്റ് സിറ്റുവേഷൻസ് ഇൻ കേരള ബേണിഷസ്. പ്രസന്റ് സിറ്റുവേഷൻസ് പ്ലൂറൽ അല്ലേ ലിൻറ്റോ? അപ്പോൾ ബേണിഷസ് കൊടുക്കുന്നത് ബേണിഷ്. പ്രസന്റ് സിറ്റുവേഷൻസ് ഇൻ കേരള ബേണിഷ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ മൂവി സന്ദേശം. യെസ്. അക്യൂട്ട് മൈന്യൂട്ട് ആണ് 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 അക്യൂട്ട് മൈന്യൂട്ട് അല്ല. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, വളരെ നേരിയ എന്തായാലും പറയാ. അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം എന്ന അർത്ഥം. അക്യൂട്ട് ഡിസീസ് ഒക്കെ പറയില്ല. അക്യൂട്ട് രണ്ടെണ്ണ അർത്ഥമുണ്ട് അക്യൂട്ടിന്. ഒന്ന് നമ്മുടെ ഇത് പറയില്ല, അക്യൂട്ട് ആണെങ്കിൽ വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള എന്നൊക്കെ പറയും. സിവിയർ ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്നൊക്കെ പറയും. പിന്നെ ഒന്ന് അത് എക്സ്ട്രീം ആയിട്ടുള്ള, സിവിയർ ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ട് ഒരു അക്യൂട്ട്. അടുത്ത അക്യൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റേതാ. ഹീസ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. പുള്ളി ഭയങ്കര ഷാർപ്പാണ്. യുവർ അക്യൂട്ട് വിഷൻ. ഓ നിന്റെ ഒരു കണ്ണ്, എൻ്റെ പൊന്നടാവേ നിന്റെ ഒരു കണ്ണ് പറയില്ല. അക്യൂട്ട് വിഷൻ എന്നൊക്കെ പറയില്ലേ. ദാറ്റ്സ് ഇറ്റ്. അക്യൂട്ട് കേട്ടോ, മാറിപ്പോയത്. മൈന്യൂട്ട് എന്നല്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡെൽറ്റ് വിത്ത് ദ ഡിസ്പെൻസേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ കോമൺ ഗുഡ് ആൻഡ് വെൽത്ത്. യെസ് മിസ്സേ, എവറി ഈച്ച് ഒക്കെ അഡ്ജക്റ്റീവ് അല്ലേ? ആണടാ ആണ് കേട്ടോ. ഈച്ച് പക്ഷെ അഡ്ജക്റ്റീവ് മാത്രമല്ല കേട്ടോ, പ്രൊനൗൺ കൂടിയാണ് കേട്ടോ. ഈച്ച് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ അല്ലേ? ഈച്ച് ഓഫ് ദം എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആയിട്ട് അത് ഉപയോഗിക്കും ഈച്ച് കേട്ടോ. അപ്പോൾ ഈച്ച് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗണിൽ പെടുന്നവയാണ്, അത് മറക്കണ്ട. അതാണ് ഇൻഡെഫിനിറ്റ് ഡിസ്ട്രിബ്യൂട്ട് പ്രൊനൗൺസിൽ പെടുന്നതാണ്. അപ്പോൾ അത് അഡ്ജക്റ്റീവ് ആണ്. അതോടൊപ്പം അതാ ഞാൻ പറഞ്ഞത്, അഡ്ജക്റ്റീവ് ആയതുകൊണ്ടാണ് അതിൻ്റെ കൂടെ സിംഗുലർ നൗൺ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഡോണ്ട് റിപ്പീറ്റ് യുവർ ഹ്യൂബ്രസ് ബിഹേവിയർ. കൊള്ളാം. ന്യൂ ഇയർ മലയാള മാസം. ചിപ്പിയുടെ ന്യൂ ഇയർ. ചിപ്പിയുടെ ന്യൂ ഇയർ ആണ്. മലയാള മാസം ഒന്നല്ലേ? ഡിസ്പെൻസിംഗ് ഓഫ് സ്വീറ്റ്സ് വാസ് ഡൺ ബൈ ദ ടീച്ചർ ഇൻ സ്കൂൾ യെസ്റ്റർഡേ. ദാറ്റ്സ് ഗ്രേറ്റ്. ഹീസ് അക്യൂട്ട്ലി ഇൻഅവെയർ അല്ല അതുല്യ, അൺഅവെയർ കേട്ടോ. അൺഅവെയർ ഓഫ് വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ. മൂവിങ് ഓൺ. ഫേസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം സ്പിരിറ്റഡ്, പ്ലക്കി, ബോൾസി, ഗട്ട്സി. അല്ല എന്താ പറയുക, ഭയങ്കര ഉഷാറായിട്ട് എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ലേ, അതിൻ്റെ ഒരു ഇതിനാണ് ഫേസ്റ്റി. അപ്പോൾ നമ്മൾ സൽമാൻ റുഷ്ദിയെ പറ്റി മോൻ പറഞ്ഞതാ. അപ്പനിപ്പം വെന്റിലേറ്ററിൽ നിന്ന് ജസ്റ്റ് മാറിയുള്ളെങ്കിലും ആളുടെ അവസ്ഥ ഗുരുതരമാണെങ്കിൽ പോലും ഹീസ് ഫേസ്റ്റി, സ്പിരിറ്റഡ് ആണ്, പ്ലക്കിയാണ്, വല്ല ബോൾസി, ഗട്ട്സി. ഇത് തന്നെ പുള്ളിക്ക് പറഞ്ഞാലൊരു തെറ്റും, ഞാൻ എഴുതിയാലൊരു തെറ്റും ഇല്ല, നല്ല ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് ഡിഫയൻറ്റ്. ഡിഫയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാൻസിജൻറ്റ്, റെസിസ്റ്റൻറ്റ്, ഒബ്സ്റ്റിനേറ്റ്, പിടിവാശി. ഡെഫയൻറ്റ് അതിനാണ് ഡിഫയൻറ്റ് പറയാം കേട്ടോ. സ്റ്റബേൺ ഒക്കെ പറയുന്നത് പോലെ. അടുത്തത് ഇൻടാക്റ്റ് ആണ്. ഇൻടാക്റ്റും അഡ്ജക്റ്റീവ്. ഞാൻ പറയുന്നത് ഒരുപാട് അഡ്ജക്റ്റീവ് ഉണ്ട്. ഹോൾ, കംപ്ലീറ്റ്, എൻറ്റയർ, അൺബ്രോക്കൺ. ആരെ കൊണ്ടും എന്നെ തോപ്പിക്കാൻ പറ്റില്ല. ഇന്ദ്രനും ചന്ദ്രനെ അല്ലേ എന്ന് പറയല്ലേ. ഇൻടാക്റ്റ് വിറ്റ്, ഭയങ്കര ഇൻടാക്റ്റ് വിറ്റാണ്. ഇൻടാക്റ്റ് ഹ്യൂമർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കംപ്ലീറ്റ് ഹ്യൂമർ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ അർത്ഥം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ കേട്ടോ. ചിപ്പി പോയെന്ന് തോന്നുന്നു. ചിപ്പി അതിൻ്റെ ഇടയ്ക്ക് മുങ്ങിയും തോന്നുന്നു കേട്ടോ. എന്താണ് ഷമാസല്ലോ അനക ആണ്. ഐ ട്രൈ ടു ബേണിഷ് മൈ നോളജ് ഫോർ എവറി ഡേ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഹ്യൂബ്രിസ് ഈസ് എ ബാഡ് ക്വാളിറ്റി മെയിൻറ്റൈൻ ബൈ സം പീപ്പിൾ ആണ്. അൺഎക്സ്പെക്ടഡ് വിക്ടറി മെയ്ഡ് ഹിം ഹ്യൂബ്രിസ്. ഓൾ റൈറ്റ്. അതെ, അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുടം പിടിക്കും. അതല്ലേ ഉദ്ദേശിച്ചത്? ഐ ക്യാരിയർ. ഹി വാസ് പണിഷ്ഡ് ഫോർ ഹിസ് ഹ്യൂബ്രിസ്. ഗ്രേറ്റ്. പോയിട്ടുണ്ടാവും. നോ മലയാളം വേർഡ്സ് ഇൻ കോമൻസ്. ആണ് പക്ക. ലെറ്റ്സ് മൂവ് പിള്ളേരെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട് പോകാം. ഇറ്റ്സ് ടൈം ടു റീഡ് അവർ ആർട്ടിക്കിൾ. അപ്പോൾ ലെറ്റ്സ് മൂവ്. അപ്പോൾ നമ്മുടെ IBPS PO, അതുപോലെ തന്നെ LIC അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലോട്ടുള്ള വിളിച്ചിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യുക. കാരണം 25-ാം തീയതിക്കുള്ളിൽ LIC അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ക്ലോസ് ചെയ്യും. IBPS PO ആണെങ്കിൽ 22-ാം തീയതി വരെയുള്ളൂ. അപ്പോൾ വേഗം അപ്ലൈ ചെയ്യുക. 2270 രൂപ അല്ലേ? 2270 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കോഴ്സ് കിട്ടും. നമ്മുടെ അടിപൊളി കോഴ്സാണ്. ആൻഡ് മീഡിയം ലെവലിൽ കേട്ടോ പോകുന്നത് കേട്ടോ. ബേസിക്സും അല്ല, അഡ്വാൻസും അല്ല. ഓഗസ്റ്റ് 22-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കും. ആൻഡ് ലൈവ് ക്ലാസ്സുകളാണ്. ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുക. നമ്മളിത് മേടിച്ചെടുക്കും. ലൈസൻസിന് ഒറ്റ എക്സാമേ ഉള്ളത്, അറിയാമല്ലോ. അപ്പം അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ. നിങ്ങൾ ഓൾറെഡി പിള്ളേരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫൗണ്ടേഷൻ സെറ്റ് ആക്കണമെങ്കിൽ, ഓർ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ പ്ലസ് കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ പ്ലസ് അഡ്വാൻസ് ക്ലാസ്സുകളുടെ നമ്മുടെ യജ്ഞ 1ഉം യജ്ഞ 2.0 കൂടെ കൂടിയ ബാച്ചിൻ്റെ ഓൾറെഡി എടുത്ത ക്ലാസ്സുകളുടെ
റെക്കോർഡഡ് പ്രീ റെക്കോർഡഡ് വീഡിയോസ് അടങ്ങുന്ന ക്ലാസ് 1460 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക ആൻഡ് കോഴ്സ് പർച്ചേസ് ചെയ്യുക ആൻഡ് പഠിക്കുക. ഡൗട്ട് എന്തെങ്കിലും നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കുക, മറക്കണ്ട കേട്ടോ. അത് കംപ്ലീറ്റ് ആണ്, അതിലെല്ലാം ഉണ്ട്. GA ബാങ്കിങ് അവയർനെസ് രണ്ടും ഉണ്ട്, അതുപോലെ തന്നെ റീസണിങ് ആൻഡ് ക്വാണ്ട് ഉണ്ട്, ആൻഡ് അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്. That's it. മറക്കണ്ട കോഡ് Y314. മൂവിങ് ടു ദ ആർട്ടിക്കിൾ പിള്ളേരെ. മീറ്റിംഗ് ഇന്ത്യാസ് ആസ്പിറേഷൻ, ഇന്ത്യയുടെ ഹോപ്സ്, ഇന്ത്യയുടെ ഡിസയേഴ്സ് മീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പൊ ഇന്നലത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദിജി പറഞ്ഞത് എന്ത് എന്ന് നമ്മൾ നോക്കാൻ പോണ്. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് കേട്ടോ. Chippy is our Malayalam manga and also feisty girl. Yeah, Chippy ellavideയും ഉണ്ടല്ലോ. Chippy ellavideയും Vishal Krishna. Yes. Anyone whose hubris was defined is good deed. All right. Okay. His divine attitude about joining the college makes his parents unhappy. Regin is our Malayalam munchi. Regin Malayalam munchi ആണോ അനക? അക്ഷരം മാറിപ്പോയിട്ടില്ലല്ലോ അല്ലേ എന്ന്. കാര്യം മലയാളം, അവൻ്റെ മലയാളം ടൈപ്പ് ചെയ്യുന്ന പോക്കായിട്ട് അവൻ മലയാളം കീബോർഡ് വരെ ഡൗൺലോഡ് ചെയ്തവനാ. അവനെ പറ്റിയോ ബാല, നീ അവനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം പിള്ളേരെ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈവിലുള്ളവരെല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ. കാര്യം നമ്മൾ ഈ ലൈക്ക് ഇടുമ്പോൾ ലൈക്ക് കണ്ട് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ശശി തരൂറിൻ്റെ ഇംഗ്ലീഷ് പോലെയാ എൻ്റെ മലയാളം. ഈവൻ റിൻറ്റുമാൻ ഫെയിൽ ടു റീഡ് മൈൻ. കാരണം എന്തുകൊണ്ടാ? നീ ടൈപ്പ് ചെയ്യുന്നത് കൊളവാ. The feisty performance of India in the recently concluded Olympics and the CWG made every Indian proud. Yes, it has. Let's move to the article. India needs better governance for the sake of its own people, not global approbation. ഇന്ത്യക്ക് നല്ലൊരു ഗവേണൻസിന്റെ കുറവുണ്ട് അല്ലെ. വി നീഡ് ബെറ്റർ ഗവേണൻസ്. നല്ല ഗവേണൻസ് ഒക്കെയാണ്, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആവണം ഗവേണൻസ്. ഫോർ ദ സേക്ക് ഓഫ് ആർക്ക് വേണ്ടി? ഫോർ അസ്, ഫോർ ഇറ്റ്സ് ഓൺ പീപ്പിൾ, ഇന്ത്യയുടെ പീപ്പിളിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാ. അല്ലാതെ ഗ്ലോബൽ അപ്രൂവൽ കിട്ടാൻ വേണ്ടി, അപ്രബേഷൻ അല്ലെ, അസെന്റ് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടോ എഗ്രിമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, കൺസെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. നമുക്ക് ആരുടെയും പേരൊന്നും പ്രശസ്തിയൊന്നും അല്ല വേണ്ടത്. നമുക്ക് എന്ത് വേണം? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നല്ലൊരു ഗവേണൻസ് കാഴ്ചവെക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇവിടുത്തെ ഗവൺമെന്റിന് പറ്റണം. അതാണ് ഇന്ത്യക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. യെസ്, ബെല്ലൈക്കൺ അമർത്തുക. അതാ വിശാലെ. അപ്പോൾ ലെറ്റ്സ് മൂവ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി rightly described independent India's 75 journey as one of the ups and downs in the 9th speech from the stately Red Fort on Monday. Praising those who fought for India's freedom, the Prime Minister pointed to the country's achievements even as he acknowledged challenges to fulfilling the pressing needs of an ever aspirational society tugging at the themes of government. National pride and self-esteem were dominant themes as he urged the country to rid itself to the need to look for approval from abroad, asking the question about how long India could go on living on. അപ്പോൾ ലുക്ക് ഫോർ ഞാൻ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യാന്നാണ്. ഞാനത് ഇടാൻ വിട്ടുപോയി, ഞാനത് ഇട്ടേക്കാം, നോട്ടിലിട്ടേക്കാം കേട്ടോ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ 75 വർഷത്തെ യാത്രയുടെ അപ്സ് ആൻഡ് ഡൗൺസിനെ പറ്റി. ജസ്റ്റ് പുള്ളിയുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇങ്ങയുടെ 75ാമത്തെ സ്പീച്ചായിരുന്നു ഇവിടെ വെച്ച്, റെഡ് ഫോർട്ട് വെച്ച്, സ്റ്റേറ്റ്ലി റെഡ് ഫോർട്ട് വെച്ച് 75ാമത്തെ സ്പീച്ച് വെച്ചിട്ട്, 9th സ്പീച്ച്, 9ാമത്തെ സ്പീച്ചായിരുന്നു റെഡ് ഫോർട്ട് വെച്ചിട്ടോ മൺഡേയിൽ. അപ്പം അന്ന് അല്ലേ, അപ്പോൾ അത് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഓഫ് കോഴ്സ്, ഒബ്വിയസ് ആണല്ലേ. എന്നിട്ട് ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തു, നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ പ്രൈസ് ചെയ്തു, അതുപോലെ തന്നെ കൺട്രിയുടെ അച്ചീവ്മെന്റിനെ പറ്റി നന്നായി പ്രൈസ് ചെയ്തു. ആൻഡ് ഹി ഓൾസോ അക്നോളജ് ചെയ്തു ദ ചാലഞ്ചസ് ഓഫ് ഫുൾഫില്ലിംഗ് ദ പ്രസിംഗ് നീഡ്സ്. നമുക്ക് ഏറ്റവും ഏർജന്റ് നീഡ് എന്തൊക്കെയുണ്ട്, അതിലുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഓഫ് എൻ എവർ ആസ്പിറേഷണൽ സൊസൈറ്റി, നമ്മുടെ എവർ ആസ്പിറേഷണൽ സൊസൈറ്റിയെ പറ്റി പറഞ്ഞു. ആൻഡ് വാട്ട് ആർ ദ സീംസ്, വാട്ട് ആർ ദ കണക്ഷൻസ് ഓഫ് എ ഗവൺമെന്റ്, നമ്മുടെ കണക്ഷൻസ് എന്തൊക്കെയാ, ജോയിൻസ് എന്താ എന്നൊക്കെ, അല്ലെ ഗവൺമെന്റിനെ കണക്ട് ചെയ്യുന്ന ഫാക്ടർ എന്താ, ലെയേഴ്സ് എന്താ, അല്ലെ ജോയിൻസ് ഓർ ലെയേഴ്സ് ഓഫ് ഗവൺമെന്റ് എന്തൊക്കെയാണെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണൽ പ്രൈഡും അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമും ഡോമിനന്റ് തീംസ് ആയിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് വേണം ശരിക്കും, നമ്മൾ നമ്മുടെ നാഷനെ പറ്റിയിട്ട് നല്ലൊരു പ്രൈഡ് നമുക്ക് വേണമെന്നും സെൽഫ് എസ്റ്റീം വേണമെന്നൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു. സോ ഡോമിനന്റ് തീംസ് ആണെന്നും അതുപോലെ തന്നെ കൺട്രിയെ പുള്ളി ഏർജ് ചെയ്ത് പറഞ്ഞു നമ്മൾ എന്തിനും അപ്രൂവൽ, അല്ലാതെ വി ഡോണ്ട് വാണ്ട് അല്ലെ. ആൻഡ് ഹി urged the country to rid itself. നമ്മൾ വിട്ടുകളയുക, മറ്റ് എബ്രോഡ് അല്ലേ, മറ്റ് കൺട്രിയിൽ നിന്നുള്ള ഒരു എന്ത് വേണ്ട, നമുക്ക് ഒരു അപ്രൂവൽ ഒന്നും വേണ്ട, കൺസെന്റ് ഒന്നും വേണ്ടത്. കാരണം ഒരുപാട് ഹൈലി ക്രിട്ടിസൈസ്ഡ് ആണ്. എന്താ ഇത് പറയാൻ കാരണം എന്ന് പറയും, ഇതിന്റെ ചേതോ വികാരം എന്താ ചോദിച്ചാൽ, പുറത്ത് പല രാജ്യങ്ങളും ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ബിക്കോസ് ഓഫ് ഇന്ത്യസ് ഗവർണൻസ്. അല്ല കേട്ടോ,
അപ്പോൾ കുറച്ചൊരു നന്നാക്കാം ഗവർണൻസിന് എപ്പോഴും മറ്റു കൺട്രീസ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പുള്ളി അതുകൊണ്ട് അതിനെതിരെ പറയണം. കാരണം പുള്ളിയുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഗവർണൻസിന്റെ ഹെഡ് പുള്ളിയാണ്. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ മറ്റ് ആൾക്കാരുടെ മറ്റു ആൾക്കാരുടെ നല്ല സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാണ്. പക്ഷെ അതല്ല അതിലിപ്പോൾ. പക്ഷെ ഡീപ്പർ ഇൻ ടു ദ മീനിങ് ചിന്തിച്ച് നോക്കുമ്പോൾ ഗവർണൻസ് ബെറ്റർ ആക്കണം. അതിപ്പോൾ നല്ല ആൾക്കാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാൽ പോലും ഗവർണൻസ് ബെറ്റർ ആക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത് അല്ലേ, ഇപ്പൊ പുള്ളി ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ലോങ് ഇന്ത്യ കുഡ് ഗോ ഓൺ, എങ്ങനെ എത്ര കാലം ഇന്ത്യ ഇങ്ങനെ പോവും, കണ്ടിന്യൂ ചെയ്യും, ലിവിങ് ഓൺ ചെയ്യും, ഇങ്ങനെ പോയിക്ക് കണ്ടിന്യൂ ലിവിങ് ഓൺ സർട്ടിഫിക്കറ്റ്സ് ഫ്രം അബ്രോഡ്. എത്ര കാലം നമ്മൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അല്ലേ അബ്രോഡിൽ നിന്ന് സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലേ, നല്ല പേരിന് വേണ്ടിയിട്ടിരിക്കും. പ്രൈം മിനിസ്റ്റർ വണ്ടേർഡ് വൈ ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് ഇറ്റ്സ് ഓൺ മാർക്കേഴ്സ്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടേതായ മാർക്കേഴ്സ് ഇല്ല, നമ്മുടേതായ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല, നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് പോലെ വല്ലവൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വേണോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഓർക്കണേ, നമ്മൾ രാജ്യം പോയിട്ട് ഈ പറയുന്ന ആരാന്നൂടെ ഓർക്കണം, കക്ഷി ആരാന്നൂടെ ഓർക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, എന്ത് പറഞ്ഞാലും പുള്ളി നമ്മൾ റെസ്പെക്ട് ചെയ്യണം, പുള്ളി അവർ പ്രൈം മിനിസ്റ്റർ ഓഫ് കോഴ്സ്. എന്നാൽ പോലും പറയുമ്പോൾ ഉണ്ടല്ലോ, രണ്ട് വള്ളത്തിൽ കാലി ഓട്ടുന്ന പരിപാടി വരുമ്പോൾ ഉണ്ടല്ലോ, വീൽ തിങ്ക്. നമ്മുടെ എല്ലാവരും മനുഷ്യരല്ലേ പുള്ളി, നമ്മളെല്ലാവരും ചിന്തിക്കൂലേ, പുള്ളിയാണ് രാജ്യങ്ങളൊക്കെ പോയിട്ട് ഇന്റർനാഷണൽ എല്ലാമായിട്ട് ബന്ധം അല്ലേ, എന്താ ആണവ കരാർ, ആ ബന്ധം ഈ ബന്ധമൊക്കെ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി ജർമ്മനി പോകുന്നു, തായ്ലൻഡിൽ പോകുന്നു അല്ലെ, ജപ്പാനിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, അവനെ കാണുന്നു, ഇവനെ കാണുന്നു, എല്ലാവരെയും കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു അല്ലെ, അങ്ങനെ പോകുന്നു ആളാണ്. അപ്പോൾ വിസിറ്റിങ്ങിന് പേര് കേട്ട വ്യക്തിയാണെന്ന് അങ്ങേരാണ് പറയുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ can you feel that ഒരു കോൺഫ്ലിക്റ്റ് ഇൻ ഹിസ് ഒപ്പീനിയൻ കാണുന്നുണ്ടോ? I could feel that. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു. Let's see. Though Mr. Modi provided no context to these remarks, his comments could indicate his unhappiness with international criticism directed at the government on governance and human rights issues. Successive prime ministers have used Independence Day speeches as a stock-taking of their government's record and as an insight to what the nation might face. With 2 years left for the general election, the prime minister was in an expansive mood, taking up issues of women's safety, energy self-reliance, celebrating the diversity of India and the need to respect all languages and promising an all-out. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, അപ്പൊ ഈ സമയത്ത് പുള്ളി എന്ത് ചെയ്തു, ഇതിനെ കുറച്ചുകൂടി ഒന്ന് മാറ്റി പിടിച്ചേക്കാം, ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി പുള്ളി നന്നായിട്ട് ശ്രമിച്ചു. കാര്യം വെച്ചാല് ഇതിനെപ്പറ്റി ഒരു കോണ്ടെക്സ്റ്റ് ഒന്നും കൊടുത്തില്ല, ചുമ്മാ അങ്ങ് എടുത്തങ്ങ് പറഞ്ഞു, ഒരു പൊയ്വാക്ക് പോലെ അങ്ങ് പറഞ്ഞുള്ളത്. അതിനെപ്പറ്റി ഒരു കോണ്ടെക്സ്റ്റോ എക്സാമ്പിൾ ഒന്നും കൊടുക്കാതെ പുള്ളി അങ്ങ് പറഞ്ഞു. അതായത് പൊള്ളയാണ്, ഹോളോ ആണ്. കാരണം അതെന്താണെന്ന് പറയണം, ഇൻസ്റ്റൻസസ് പറഞ്ഞാലല്ലേ അത് അറിയുള്ളൂ. മാത്രമല്ല പുള്ളി കൃത്യമായിട്ട് നമുക്ക് ഈ കോമന്റ്സിലൂടെ ഒരു കാര്യം മനസ്സിലായിരുന്നു, ഹീസ് അൺഹാപ്പി അബൌട്ട് ദ ഇന്റർനാഷണൽ ക്രിറ്റിസിസം ഹീസ് ഫേസിങ്. പുള്ളിയുടെ ഗവൺമെന്റിനെതിരെയും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസിന്, ഗവൺമെന്റിനെ പറ്റിയും നമ്മുടെ ഗവൺമെന്റ്സിനെ പറ്റിയും ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസിനെ പറ്റിയും ഒരുപാട് ഇന്റർനാഷണൽ ക്രിറ്റിസിസം ഉണ്ടാവുന്നുണ്ട്. അതിനെതിരെ പുള്ളി ഭയങ്കര ഒരു സങ്കടമുണ്ട്, ഡെസ്പാണ്, മനസ്സിലായോ? അതാണ് ഇപ്പോൾ പുള്ളി പ്രകടിപ്പിച്ചേക്കണേ. അത് മാത്രമല്ല എല്ലാ സക്സസീവ് പ്രൈം മിനിസ്റ്റേഴ്സ് ഈ ഒരു സമയം വരുമ്പോൾ, ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോൾ എല്ലാവരുടെ ഒരു ഇതുണ്ട്, അവർ സ്റ്റോക്ക് ടേക്ക് ചെയ്യാറുണ്ട്. അസസിങ് അല്ലെ, ഒരു അസസിങ് ഫാക്ടറായിട്ട് ഗവൺമെന്റിനെ അസസ് ചെയ്യാൻ എന്തൊക്കെ വഴിയിലൂടെ നമ്മൾ നടന്നുപോയി അതിന്റെ ഒരു ഗവൺമെന്റ് റെക്കോർഡ് ഒന്ന് അസസ് ചെയ്യാറുണ്ട് അല്ലെ. അതൊരു ഇൻസൈറ്റ്, നമുക്കൊരു പെർസെപ്ഷൻ, അവയർനെസ് ആണ്, എന്തൊക്കെ നേഷൻ ഇനി ഫേസ് ചെയ്തു ആൻഡ് വാട്ട് ഈസ് യെറ്റ് ടു കം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനറൽ ഇലക്ഷൻ വരാൻ ഇനി 2 വർഷമേ ഉള്ളൂ. അപ്പോൾ പ്രൈം മിനിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ക്രൂഷ്യൽ ഒരു ഇതാണ്. അപ്പോൾ പുള്ളി വളരെ എക്സ്പാൻസീവ്, വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് പുള്ളി പറഞ്ഞു നമ്മൾ ഇഷ്യൂസിനെ പറ്റി ചർച്ച ചെയ്യണം. അപ്പോൾ നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട കുറച്ച് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വിമൻ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അല്ലേ. മാത്രമല്ല എനർജി സെൽഫ് റിലയൻസ്, നമ്മുടെ സ്വന്തമായിട്ട് എനർജി സെൽഫ് റിലയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം അല്ലെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് റെസ്പെക്ട് ഓൾ ലാംഗ്വേജസ്, എല്ലാ ലാംഗ്വേജസും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആൻഡ് പ്രോമിസിങ് ആൻ ഓൾ ഔട്ട് വാർ അഗൈൻസ്റ്റ് കറപ്ഷൻ പരിവർത്ത് അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കറപ്ഷനെതിരെ വാർ, കറപ്ഷൻ പറ്റില്ല നമുക്ക്, അഴിമതി രഹിത കേരളം അല്ല ഭാരതം, ഹിന്ദുസ്ഥാൻ എന്നാണ് അങ്ങേര് പറയുന്നത്. പരിവർവാദ് അല്ലെ, ഓക്കെ, എന്താണോ അതിന്റെ, എനിക്ക് ഹിന്ദി കുറച്ച് പ്രശ്നമുണ്ട്. അതായത് ദ പെർണിഷ്യസ് ഇൻഫ്ലുവൻസ് ഓഫ് ഡെനാസ്റ്റി അല്ലെ, ഓർ ദ പെർണിഷ്യസ്, ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഡെനാസ്റ്റിയുടെ ഈ ഒരു ഇതിന്റെ ഇൻഫ്ലുവൻസ് വേണ്ട, അതിനെതിരെയാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. Prime Minister asked the people to give him their blessings. എന്നെ അനുഗ്രഹിക്കൂ മക്കളെ, അനുഗ്രഹിക്കൂ. As a battle against corruption enters a decisive phase where even the big fish will not be spared. Even as he dwelt on governance issues, Mr. Modi laced his speech with a political appeal. പുള്ളി എന്തായാലും പഠിച്ച ആളാണ്, നമുക്കറിയാം. പഠിച്ച കള്ളൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയാമല്ലോ, പഠിച്ച കള്ളൻ ഇറ്റ്സ് ജസ്റ്റ് ആൻ യൂസേജ് കേട്ടോ. അപ്പോൾ പുള്ളി ഭയങ്കര പൊളിറ്റിക്കൽ അപ്പീലൊക്കെ വെച്ചിരുന്നു, നല്ല എന്താ പറയുക, വീഴ്ത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു പുള്ളിൻ്റെ സംസാരമൊക്കെ. കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആവശ്യമുണ്ട്, കാരണം ഈ വരുന്ന ജേർണി ഈസ് ഗോയിങ് ടു ബി ഭയങ്കര ടഫ് ജേർണിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആൻഡ് ബാറ്റിൽ ഈസ് ഗോയിങ് ടു ബി വെരി വെരി ഡിസിസീവ് ആണ്, ഒരു ഡിസിസീവ് ഫേസിലോട്ടാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ബാറ്റിൽ ഈസ് റിയലി
ക്രൂഷ്യൽ. അത് മാത്രമല്ല ഒരുപാട് ബിഗ് ഫിഷസ് ഉണ്ടാവും, അവരെയൊക്കെ ഞാൻ അടിച്ച് നകർത്തും അല്ലേ, അവരൊന്നും സ്പെയർ ചെയ്യില്ല, ഞാൻ അവരൊക്കെ ഞാൻ പണി കൊടുക്കും, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ സ്പീച്ച്. ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് പാരഗ്രാഫ്. ആൻഡ് മൂവിങ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോയാലോ പിള്ളേരെ? പോലെ നമ്മുടെ പ്രൈസ് ചെയ്യുന്ന നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് കുറേ നാൾ കൂടി ഞാൻ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് പോസിറ്റീവായി ആണ് ഇന്ന് ക്ലാസ്സിൽ കയറിയത്, അതുകൊണ്ട് കുറേ സെൻറ്റൻസ് മേക്ക് ചെയ്തു. ആണ് ഗുരുദാസേ, വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ഇതൊന്നും കേൾക്കാൻ ചിപ്പില്ല. ലോകത്തിന് തൊഴിൽ കൊടുക്കാൻ പോകുന്നത് ഇന്ത്യ ആണെന്ന് പറഞ്ഞ് ആണ് ഇന്ത്യക്ക് പോലും തൊഴിലില്ലാണ്ടായി. ശരിയാണ്. പരിവർവാദ്, കുടുംബവാഴ്ച. പരിവാർവാദ്. ഓക്കെ, ഇപ്പഴാ കത്തി. പരിവറല്ല, പരിവാർവാദ്. ഇപ്പഴാ എനിക്ക് അത് കത്തി. ഇൻസ്പയർ മീഡിയ, താങ്ക് യു. ഇപ്പം എനിക്ക് മനസ്സിലായി, താങ്ക് യു മിസ്. അപ്പം അത് എതിർത്ത പരിവാർവാദം എന്ന് പറയുന്ന എതിർത്ത് ഇപ്പം എന്താണ്? കോൺഗ്രസിനെതിരെ കൊടുത്താണല്ലോ. അത് നമുക്ക് ഗാന്ധി കുടുംബത്തിനെതിരെ കൊടുത്താണ്. അത് ഭയങ്കര എവിഡന്റ് ആയിട്ടൊരു കാര്യമാണ്, അല്ലാത്ത കാര്യങ്ങളൊന്നും അല്ല, അത് ഭയങ്കര എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. മിസ്റ്റർ മോഡി വാസ് സൈലന്റ് അബൌട്ട് ഹിസ് പ്രോമിസസ് മെയ്ഡ് ഇൻ 2016. പണ്ട് വന്ന വഴി മറക്കരുന്ന് പറയില്ല. 2016 കൊണ്ടുവന്ന പ്രോമിസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ടു ഡബിൾ ദ ഇൻകം ഓഫ് ഫാമേഴ്സ് ബൈ ദ ടൈം ദ കൺട്രി സെലിബ്രേറ്റഡ് ഇറ്റ്സ് 75th Independence Day. However, he did lay out his vision for an Amrit Kal or developed age in the next 25 years, the 100th year of India's independence in 2047. അപ്പോഴേക്കും നമ്മൾ ജീവിച്ചിരിപ്പോ ആവും. Details of how the country would reach the objective was scanty, apparently kept for another day. നോക്കാം. അപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ മോദിജി ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. എന്നാണെന്നറിയോ? 2016 ഭരണമേറ്റപ്പോൾ ഒരുപാട് പ്രോമിസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു? ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ സർക്കാർ ഭരണത്തിലേറ്റാൽ ഫാർമേഴ്സിന്റെ ഇൻകം ഡബിൾ ആക്കും. അപ്പോൾ വരാൻ പോകുന്ന കൺട്രിയുടെ 75ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് അന്ന് നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യും. ഡബ്ലിംഗ് ദ ഇൻകം ഓഫ് ഫാമേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ നടന്നില്ല. However, എന്നിരുന്നാലും പുള്ളി പറഞ്ഞിട്ടുണ്ട് ഹീസ് കൺസ്ട്രക്റ്റഡ് ഹിസ് വിഷൻ. പുള്ളിയുടെ വിഷൻ സ്പ്രെഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷൻ ഉണ്ട് മക്കളെ, എനിക്കൊരു വിഷൻ ഉണ്ട്. എന്താണെന്നറിയോ? അമൃത് കാൽ. എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവർ എന്തിനാണോ എല്ലാം ഹിന്ദിവൽക്കരിക്കുന്നതെന്ന് എനിക്കൊരു ഇതുണ്ട്. അമൃത് കാൽ എനിവേസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയതുകൊണ്ടായിരിക്കാം അല്ലെ. ആ ഒരു ഡെവലപ്ഡ് ഏജിലോട്ട് ഇന്ത്യയെ ഞാൻ കൊണ്ടുപോകാൻ പോകണം അല്ലെ. ഇൻ നെക്സ്റ്റ് 25 years. വീണ്ടും 2016 വരുത്തിയ ഒരു പ്രോമിസ് പോലെ ആകുമോ എന്ന് നമുക്കറിയില്ല. 25 വർഷങ്ങൾക്ക് ശേഷം, അതായത് 100ാമത്തെ ഇയർ ഓഫ് ഇൻഡിപെൻഡൻസിൽ, അതായത് 2047 അല്ലെ, 2047 വരുമ്പോഴേക്കും ഇന്ത്യ വരാൻ പോകുന്ന ഒരു വലിയൊരു ഡെവലപ്മെന്റ് ഫേസ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ കൺട്രി എങ്ങനെ റീച്ച് ചെയ്യുന്നു, ഡീറ്റെയിൽസ് ഓഫ് ഹൗ ദ കൺട്രി വുഡ് റീച്ച് ദ ഒബ്ജക്റ്റീവ് വാസ് സ്കാൻഡി, അതിനെപ്പറ്റി പറഞ്ഞൊന്നുമില്ല. അപ്പാരന്റ്ലി കെപ്റ്റ് ഫോർ അനദർ ഡേ. അത് പിന്നെ ഒരു ദിവസത്തേക്ക് പറയുമായിരിക്കും, കാരണം അടുത്ത ദിവസവും വേണ്ടേ, നമുക്ക് പറയാനൊരു അവസരം വേണ്ട. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്പീച്ചിന്റെ ടോപ്പിക് ഇല്ലാണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും പിന്നെ ഒരു ദിവസം പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻ കീപ്പിംഗ് വിത്ത് ഭാരതീയ ജനതാ പാർട്ടീസ് ന്യൂ സ്റ്റേറ്റസ് ആസ് എ നാച്ചുറൽ പാർട്ടി ഓഫ് ഗവർണൻസ്, ഓ മൈ ഗോഡ്, ദ പ്രൈം മിനിസ്റ്റർ അണ്ടർലൈൻ ദാറ്റ് ഇന്ത്യ had got a stable government after many decades, resulting in speedy decision making. There was little in his 82-minute speech about the strategic challenges before the country in the wake of tensions at the borders and turbulence in the international ordering following the Russian invasion of Ukraine. To achieve its full potential, India must not only be able to overcome many obstacles that hold it back, but also sail with the rest of the world in the meeting the benchmarks of democratic rights, equitable distribution of wealth and അപ്പോൾ ഇനിയാണ് കാര്യത്തിലോട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. എനിവേ പക്ഷെ ഒരു കാര്യം പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞങ്ങൾ പുതിയ സ്റ്റേറ്റസ് അനുസരിച്ച് പാർട്ടിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ് പാർട്ടി, BJP ആണ് പാർട്ടി. കാരണം നാച്ചുറൽ ഗവേണൻസ്, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നാച്ചുറൽ പാർട്ടി ഫോർ ഗവേണൻസ് ചെയ്യണമെങ്കിൽ BJPക്ക് അറിയത്തുള്ളൂ എങ്ങനെ ഗവേൺ ചെയ്യാന്നുള്ളത്. അത് പുള്ളി അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു, എംഫസൈസ് ചെയ്ത് പറഞ്ഞു. കാരണം വെച്ചാൽ ഈ ഒരു ഇന്ത്യക്ക് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വന്നത് ഭാരതീയ ജനതാ പാർട്ടി വന്ന പിന്നെയാണ്. കാരണം എത്ര വർഷങ്ങളായില്ലേ, എത്ര ഡെക്കേഡ്സിലായിട്ട് ഇന്ത്യ കഷ്ടപ്പെടുക. ആ കഷ്ടപ്പെടുന്ന ഇന്ത്യക്ക് ഭാരതീയ ജനതാ പാർട്ടി വന്നപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സേവിയർ. ഈശ്വര അല്ലേ, നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടി വന്നല്ലോ, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വന്നല്ലോ. നിങ്ങൾക്ക് തോന്നിയില്ലേ? വളരെ സ്പീഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി വരുന്നത് എന്നൊക്കെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു കേട്ടോ. അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ, എൻ്റെ വാക്കുകളല്ല. There was nothing. Little means nothing. നെഗറ്റീവ് വാക്കാണല്ലേ. There was nothing. ശരിക്കും പറഞ്ഞാൽ 82 മിനിറ്റ് നീണ്ടു നിന്ന സ്പീച്ചിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. എന്തിനെ പറ്റി? സ്ട്രാറ്റജിക് ചലഞ്ചസ്, കൺട്രിക്ക് മുമ്പിൽ ഇനി വരുന്ന ചലഞ്ചുകളെ പറ്റി പറയേണ്ടതാണ്. അതൊന്നും പുള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. വേറെ കുറെ പുകഴ്ത്തി പറഞ്ഞു. കാര്യം 2 വർഷത്തിന്റെ അടുത്ത ഇലക്ഷൻ വരുമല്ലേ പിള്ളേരെ, അതുകൊണ്ട് സമയമുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞില്ല. കാര്യം റഷ്യ ഉക്രൈൻ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കും, ഇത്രയും ട്രബുലൻസ് നടക്കുവാണ്, ഇന്റർനാഷണൽ ഓർഡർ മൊത്തം തകർത്ത് താരിബാണമായിട്ട് കിടക്കുമ്പോൾ
അതിനെപ്പറ്റിയുള്ള സ്ട്രാറ്റജിക് ചാലഞ്ചസ് എന്താണോ അങ്ങനെ ഒരു കാര്യവും നേഷനോട് അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ പോരായ്മയാണ്. ചിലപ്പോൾ നാളത്തേക്ക് പുള്ളി വെച്ചതായിരിക്കും, ഫോർ അനദർ ഡേ, ഹീസ് കീപ്പിംഗ് ഇറ്റ് ഫോർ അനദർ ഡേ ആയിരിക്കും. അതുകൊണ്ട് നമുക്കതിനെ വെയിറ്റ് ചെയ്തിരിക്കാം. ടു ഫുൾഫിൽ ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ, നമ്മളതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ നിൽക്കാൻ വേണ്ടി ഇന്ത്യ എന്ത് ചെയ്യണം? ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, ഇതൊക്കെ നിങ്ങൾ തള്ളൽ മാത്രമേ നടക്കുന്നുള്ളൂ. തള്ളൽ എയർ കൂടുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളൊരു എസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതരുത്, വിത്ത് ഇൻസ്റ്റൻസസ് എഴുതുന്നത് പറയുന്നത് എന്തുകൊണ്ടാണ്? തള്ളിയാൽ തള്ളൽ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് പ്രശ്നം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും അല്ലേ, അപ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് നമുക്ക്. അതൊന്നും നമ്മളെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇന്ത്യയെ എന്ത് ചെയ്യണം? മറ്റു കൺട്രീസിനോട് കൂടി ചേർന്ന് സെയിൽ ചെയ്യണം. അല്ലെ, തുഴഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരുപാട് ക്രൈറ്റീരിയൻസ് ഉണ്ട് നമുക്ക് അല്ലെ, ക്രൈറ്റീരിയാസ് ഉണ്ട് നമുക്ക്, ക്രൈറ്റീരിയൻ ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെ, ബെഞ്ച് മാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ക്രൈറ്റീരിയ നമ്മുടെ മുമ്പിലുണ്ട്. പ്ലൂറൽ അല്ലേ ക്രൈറ്റീരിയ. അപ്പോൾ ഒരുപാട് ക്രൈറ്റീരിയ നമ്മുടെ മുമ്പിലുണ്ട്, ഡെമോക്രാറ്റിക് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആ ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. കാരണം മറ്റ് കൺട്രീസിൻ്റെ കൂടെ നിന്ന് ഇന്ത്യക്കുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കി ഇന്ത്യ അതിനെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. സോ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ പിള്ളേരെ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ആക്സസ് ടു ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. വെൽത്ത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വെൽത്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് പോകുമ്പോൾ തന്നെ ഈ പറയുന്ന പോവർട്ടിയും കറപ്ഷനൊക്കെ കുറവ് വരുന്നേ, അതൊരു കാര്യം. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, ഡെമോക്രാറ്റിക് റൈറ്റ്സ് എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യ മസ്റ്റ് നോട്ട് നീഡ് അപ്രൂവൽ ഫ്രം അതർ കൺട്രീസ്, ബട്ട് വേണ്ടായിരിക്കാം ഒരു പക്ഷേ മറ്റൊരു കൺട്രിയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ വേണ്ടായിരിക്കാം. പക്ഷേ ഇറ്റ് നീഡ്സ് ടു ഡു ബെറ്റർ ഓൺ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്, welfare and justice, growth and development in building more egalitarian society. ഒരു ഈക്വൽ റൈറ്റ്സ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിയായിരിക്കും ഒരു പക്ഷേ ഇന്ത്യക്ക് മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, പക്ഷേ ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കണമല്ലോ. നല്ല ഗവൺമെൻസ് അല്ലെങ്കിൽ ആ ഗവൺമെൻസ് നന്നാക്കുക എന്നുള്ളത് അതിപ്പോൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആയിരിക്കരുത്, അത് നല്ല രീതിയിൽ കാണിക്കണം അല്ലേ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതല്ല. നിന്റെ ഗ്രോത്ത് പെർസ്പെക്റ്റീവ് കുറവാണെങ്കിൽ നീ ഗ്രോ ചെയ്യണം. റൈറ്റ്സ് ആൻഡ് ഫ്രീഡത്തിന് വേണ്ടി, വെൽഫെയർ ജസ്റ്റിസിന് വേണ്ടി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതുപോലെ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി വരാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്തായാലും വർക്ക് ചെയ്യണം. അതിലൊരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് പ്യോർലി അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ആണ് എന്ന് ഞാൻ പറയും. ഇറ്റ്സ് ലൈക്ക് എ പോസ്റ്റ്മോർട്ടം ഓഫ് വാട്ട് നമ്മുടെ മോദിജി ഹാസ് സെഡ്. പക്ക അനലൈസ് ചെയ്തു. ഇറ്റ്സ് നോട്ട് ഇൻഫോർമേറ്റീവ്, ഇറ്റ്സ് ജസ്റ്റ് അനലിറ്റിക്കൽ. പക്കായിട്ട് മോദിജി എന്ത് പറഞ്ഞു, മോദിജിയുടെ 82 മിനിറ്റ് ലെങ്തി ആയിട്ടുള്ള പ്രസംഗത്തിൽ എന്താണ് കണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ പിള്ളേരെ. LIC എക്സാം ഏജ് ലിമിറ്റ് 21 to 28, 28 വയസ്സാണ് പ്രവി. അപ്പോൾ ഓക്കെ, ഐ ഗസ് ക്ലിയർ അല്ലേ. ഇത് കൂടുതൽ എങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം? ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇറ്റ്സ് ഓൾറെഡി ഡൺ, എവറിത്തിങ് ഇറ്റ്സ് ദെയർ എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ എം സോ ഗ്ലാഡ് നമ്മുടെ ആർട്ടിക്കിൾ വായിക്കുന്നവരെ 50 പേര് ലൈവിലുണ്ട് എന്ന് പറയുന്നതിൽ ഐ എം സോ പ്രൗഡ് കേട്ടോ. 50 പേരും ലൈവിൽ ഇന്നത് കേൾക്കാൻ ആർട്ടിക്കിൾ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. സോ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇനിയും ലൈക്ക് ഇടാത്ത കുട്ടികളുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ഇന്നത്തെ ക്വസ്റ്റനിലോട്ട് പോകണം. നമുക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ അയച്ച സെന്റൻസ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ സെന്റൻസസ് ഫ്രെയിം ചെയ്തത് ഇസ് സോ ഗ്ലാഡ്. അതെനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് യു ടോൾഡ് മീ വാട്ട് ആർ യോർ എന്താണ് നിങ്ങളുടെ ആസ്പിറേഷൻസ്, നിങ്ങൾ എന്താണ് ഇതിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ദ അസോൾട്ട് ഓൺ റഷീദി ഈസ് എൻ അറ്റാക്ക് ഇൻ ദോസ് ഹു സ്പീക്ക് ഔട്ട് അഗൈൻസ്റ്റ് ഓൾ ഫോംസ് ഓഫ് എക്സ്ട്രീമിസം. ഞാൻ പറഞ്ഞല്ലോ, റഷീദിക്കെതിരെയുള്ള അറ്റാക്ക് റഷീദിക്കെതിരെയുള്ള ഇൻഡിവിജ്വൽ അറ്റാക്ക് അല്ല, എല്ലാവർക്കും എതിരെയുള്ള അറ്റാക്കാണ്. അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് അല്ലേ. സോ ഗിവ് ഇറ്റ് എ റീഡ്, എന്നിട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരാം കേട്ടോ. അപ്പൊ ദേവസ്വം ബോർഡിന്റെ എക്സാം ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, ആരംഭിച്ചു ഇൻ ദ സ്റ്റോർ, ബട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചില്ല. അപ്പോൾ 1070 രൂപയാണ് കോഴ്സ് ഫീ. 10 അധ്യാപകർ, 10 മോക്ക് ടെസ്റ്റുകൾ, 1000 ചോദ്യങ്ങൾ ഒരുമിച്ച് നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും ദേവസ്വം ബോർഡ് എക്സാം ബാച്ച് വരാൻ. ഒരു അടിപൊളി ക്ലാസ് ആയിരിക്കും, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകും. എക്സാം ഫോക്കസ്ഡ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ നമ്മുടെ കോഡ് മറക്കേണ്ട Y314, Y314. അതുപോലെ നമ്മുടെ 2350 രൂപയ്ക്ക് നിങ്ങൾക്ക് 10th ലെവൽ മെയിൻസിന്റെ ക്ലാസ്സുകൾ, 10th ലെവൽ മെയിൻസ് എഴുതാം എന്ന് പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നവർ അവസാന നിമിഷത്തേക്ക് മുഹൂർത്തത്തേക്ക് നോക്കിയിരുന്ന പിന്നെ അവസാനം അതുണ്ടാവില്ല, പഠിത്തം നടക്കില്ല. അപ്പോൾ Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കുക, പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, ക്ലാസ്സിൽ കാണാം പിള്ളേരെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവ്രി വൺ. ഐ എം സോ ഗ്ലാഡ്. ഒരുപാട് സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കണ്ട, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക. കോമന്റ് സെക്ഷനിൽ ആൻസർ നിർബന്ധമായിട്ട് തരണം. കോമന്റ് സെക്ഷനിൽ നിങ്ങൾ ആൻസർ സ്പോട്ട് ദർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഐ ബി ഫീലിംഗ് ഹാപ്പി എവറി ഡേ, ഈച്ച് ആൻഡ് എവറി ഡേ. അപ്പോൾ അത് വലിയൊരു സന്തോഷ കാര്യമാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും. അപ്പോൾ ഉഷാറായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആർട്ടിക്കിൾ ക്രിട്ടിക്കൽ ആണെന്ന് പറയാം, പക്ഷേ അതിനെ ക്രിട്ടിക്കലിനേക്കാളും കൂടുതൽ അനലിറ്റിക്കൽ ആണെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ലിൻഡോ കൊള്ളാം. ഗുഡ് മോർണിംഗ് ആദർശ്, ഗുഡ് മോർണിംഗ്. ഈച്ച് ആൻഡ് എവറി മിസ്റ്റേക്ക് അവോയ്ഡിന് മിസ്റ്റേക്സ് ലൈക്ക് മീ. അത് തന്നെ, ഈച്ച് ആൻഡ് എവറി എല്ലാവരും അവോയ്ഡ് ചെയ്യുക. പാർവതി പിന്നല്ല. ഓൾ റൈറ്റ്.
ഇന്നലെ ഇന്നലെ ക്വസ്റ്റൻ ഇല്ലായിരുന്നു. ഇന്നലെ ഒരു ആർട്ടിക്കിൾ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് ക്വസ്റ്റൻ ഇല്ലായിരുന്നു കേട്ടോ പാർവതി. അപ്പൊ ഇന്ന് ഞാൻ ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. ഇന്നത്തെ ക്വസ്റ്റൻ ചെയ്തിട്ട് വരിക, കോമന്റ് സെക്ഷനിൽ ആൻസർ ഇടുക കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ തന്ന സെന്റൻസ് എന്തായിരുന്നു? നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും നിങ്ങൾ ചെയ്യാം, ഇനിയും ചെയ്യാത്തവർ ചെയ്യാം. ഇന്നലത്തെ സെഷന്റെ കോമന്റ് സെഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതായിരുന്നു: നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാല്യൂ, മൂല്യം എന്താണ്? നിങ്ങളുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, നിങ്ങളോട് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ സെന്റൻസ് ഇസ് ഫൈൻ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. കാണാം, സന്തോഷമായിട്ടിരിക്കുക, അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.